Hello and welcome to Conversations on your favorite online channel. Yeah, today we have one of India's best sons on the soil here with me. I have great pride. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്നാണെന്ന് കാരണം ഇന്ന് നമ്മളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മളുടെ മുന്നിൽ. നമ്മൾ സാധാരണ മമ്മൂക്കയെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. ഈ അത്ലറ്റിക്സ്, സ്പോർട്ടിംഗ് ആക്ടിവിറ്റി ഇതൊക്കെ ഒരു തവണയെങ്കിലും അതിലൂടെയൊക്കെ ആ മൈതാനത്തോടെ ഇറങ്ങി നടന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയ ഹീറോ ആയിരിക്കും ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഐ ഹാവ് ട്രൂലി ഗ്രേറ്റ് പ്രൈഡ് ആൻഡ് പ്രിവിലേജ് ഇൻ ഇൻവൈറ്റിംഗ് our dearest Srishant, Shantakumar and Srishant to Conversations. Thank you. Great pride for us. And personally, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു great moment. You know why? Because first of all, you're from Cochin. എറണാകുളം ഡിസ്ട്രിക്ട്. ഇതുപോലെ ഞങ്ങളൊക്കെ എറണാകുളം ഡിസ്ട്രിക്റ്റ് ഒക്കെ കളിച്ചു തുടങ്ങിയതിനകത്ത് നമ്മളുടെ ഒരു ലെവല് എത്തി നമ്മൾ അവിടെ നിന്നു. കാരണം അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ വരുന്നു. കൊച്ചിൻ സിറ്റിയിൽ നിന്ന് പോലും അല്ല അദ്ദേഹം വരുന്നത് കൊച്ചിൻ സിറ്റിയുടെയും സബർബ്സിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് വരുന്ന ചെറുപ്പക്കാരൻ എറണാകുളം ഡിസ്ട്രിക്ട്, സോൺ, സ്റ്റേറ്റ്, സൗത്ത് സോൺ, ആൻഡ് ദെൻ India B, India B, India A, and finally the India senior team. ഇതിനപ്പുറം ശ്രീശാന്ത് എന്താണ് ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ശ്രീക്ക് ഈ ഒരു ജേർണിയെ കുറിച്ച്, ശ്രീയുടെ ഒരു ബേസിക് ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ? സിമ്പിളാണ്. ഞാൻ എന്താ പറയുന്നത്, ഇപ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് 7 years കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് യു ഹാവ് ടു ബി വെരി കോൺഫിഡൻറ്റ് ഇൻ വാട്ട് എവർ ഡിസിഷൻസ് യു മേക്ക്. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നുന്നു കാക്കൂർ ആയത് വളരെ സന്തോഷമായിരുന്നു. കാരണം കാക്കൂരാണ് ഞാൻ ശരിക്കും തുടങ്ങിയത്. അതിനുശേഷം മാതിരപ്പള്ളി അച്ഛൻ്റെ തറവാട്ടിലോട്ട് പോയി. അവിടെയൊക്കെ കസിൻസിൻ്റെ കൂടെയുള്ള കളിയും എനിക്ക് തോന്നുന്നു അവരുടെ എല്ലാം ആ ഒരു വാശിയും ഇതും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്കും ക്രിക്കറ്റ് കളിക്കാം ഇവരെക്കാളും ബെറ്റർ ആണെന്ന് തോന്നിയത്. അപ്പോൾ ആ ജേണി അവിടം തൊട്ട് ഇവിടം വരെ നോക്കുമ്പോൾ എന്താ പറയുക, ദൈവാനുഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാക്കാൻ പറ്റി. പ്ലസ് തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല, ഈസി ആയിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു സൈക്കിൾ തന്നെയാണെങ്കിൽ അച്ഛൻ മേടിച്ച് തരുന്നത് വളരെ മാർക്കൊക്കെ നല്ലോണം മേടിക്കണം, അങ്ങനെ ആകുമ്പോഴാണ് സൈക്കിൾ ഓരോരോ ഗിഫ്റ്റും യു ഹാവ് ടു ഡിസേർവ് ഇറ്റ് എന്ന് പറയും. അപ്പോൾ അച്ഛൻ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ തന്നെ, നിങ്ങൾക്ക് കുറേ ഡിസയേഴ്സ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ. എൻ്റെ ഫാമിലി ഇനിയൊരു ജന്മം ജനിച്ചാലും എൻ്റെ സെയിം ഫാമിലി ജനിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആക്ച്വലി ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടിയ ജന്മമാണ്. ഇനിയൊരു ജന്മം ആവശ്യമുണ്ട്. കാരണം ഒരു മനുഷ്യൻ, ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചോളം എന്റെ 7ാം ജന്മം എന്ന് തോന്നുന്നു ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ, ഏതൊരു ഇന്ത്യൻ സിറ്റിസൺ എടുത്തു നോക്കുക, ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ലോകം മുഴുവൻ അറിയപ്പെടുക, പ്രധാനമായിട്ടുള്ള ഇപ്പൊ ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ ഒരു വേൾഡ് കപ്പ് വിക്ടറി അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ്. യു വാണ്ട് 2 വേൾഡ് കപ്സ്. വാട്ട് മോർ യു വാണ്ട്, ശ്രീശാന്ത്? എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ മെയിൻ മോട്ടോ തന്നെ ഓരോരോ അച്ചീവ്മെൻറ്റ്സിനേക്കാളും കൂടുതൽ ഫസ്റ്റ് എനിക്ക് ടെണ്ടുൽക്കറിനെ കാണണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹമുള്ളൂ. കാരണം സ്റ്റേഡിയത്തിൽ, നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടു കഴിഞ്ഞപ്പം 50 രൂപയുടെ ടിക്കറ്റാണ്. അപ്പോൾ 50 രൂപയുടെ ടിക്കറ്റ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പിങ്കു തോമസ്, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ സെറ്റിലൊക്കെയായി. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫുട്ബോൾ കാണാൻ പോയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ടെണ്ടുൽക്കർ, നമ്മുടെ അജിത് അഗർക്കറിൻ്റെ ഡെബ്യൂ കൊച്ചിയിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഈ ഗാലറിയിൽ 50 രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ അവിടെ ഇരിക്കണം. അപ്പോൾ ഇരുന്ന വഴി ചുമ്മാ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരോട് ഇരിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു ദിവസം നമുക്കിവിടെ കളിക്കണം. അവിടെ തുടങ്ങിയതാണ് എൻ്റെ ജേണി ശരിക്കും പറഞ്ഞാൽ. എനിക്ക് കാക്കൂരും കോതമംഗലം എല്ലാം ഒക്കെ ടെന്നീസ് ബോളെല്ലാം കളിച്ചു, അണ്ടർ 13 എല്ലാം കളിച്ചു ഡിസ്ട്രിക്ഷന്. അതിനുശേഷം ഇവരെ ഇങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ, നമ്മൾ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ അലറുന്നതും ആ ഒരു ആവേശം കണ്ടു കഴിഞ്ഞപ്പം എന്തുകൊണ്ട് ഒരു മലയാളിക്ക് ആയിക്കൂടാന്നൊരു ഫീൽ വന്നു തുടങ്ങി. പിന്നെ അതിൻ്റെ പുറകുള്ളൊരു ഓട്ടമാണ്, ഏത് ക്ലബ്ബ് ജോയിൻ ചെയ്യണം, ഏതാണ് ബെസ്റ്റ് ക്ലബ്ബ്, ഏത് ചേട്ടന്മാരുടെ രഞ്ജി ട്രോഫി കളിക്കണം, ആ ചേട്ടന്മാരെ ബുദ്ധിമുട്ടിക്കുക. ബേസിക്കലി ഫോൺ ചെയ്ത് ചേട്ടൻ എങ്ങനെ ഒപ്പിച്ചെടുത്തു, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒന്നും അറിയില്ലായിരുന്നു. ഒരു റബ്ബർ ബോൾ മടക്കല ബാറ്റ് വെച്ച് നമ്മൾ കാക്കൂരും മാതിരപ്പള്ളിയും കളിച്ചു തുടങ്ങിയിട്ട് ശരിക്കും ഇന്ത്യ കളിക്കാൻ പറ്റി. ടെണ്ടുൽക്കറിനെ കാണാൻ പറ്റി, ടെണ്ടുൽക്കറിൻ്റെ നെറ്റ് ബോളിൽ അറിയാൻ പറ്റി. അതിനുശേഷം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതിന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ വഴിയിൽ വന്നു. ഒരു വേൾഡ് കപ്പ് ജയിച്ചു, നമ്മൾ പോയി നമ്മുടെ വെസ്റ്റ് ഇൻഡീസിൽ പോയി ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി. അതിനുശേഷം ആരും അധികം എന്താ പറഞ്ഞാൽ കൊട്ടി ആഘോഷിക്കാത്തൊരു 2007 വേൾഡ് കപ്പ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. എല്ലാവരും നമ്മൾ പോയി തോറ്റു വരുമെന്നുള്ളൊരു വിചാരമായിരുന്നു, കാരണം ബിഗ് 3 ഇല്ലായിരുന്നുകൊണ്ട്. പിന്നെ സഹീർ ഭായ് ഉണ്ടായിരുന്നില്ല. അപ്പം മെയിൻ പ്ലേസൊക്കെ മാറി നിന്നു.
പക്ഷെ നമ്മളവിടെ പോയി ജയിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കും. അപ്പം നമ്മളവിടെ ജയിച്ചതിന് ശേഷം ഒരു ലൈഫ് ക്രിക്കറ്റിനെ മാറി. പിന്നെ ടെണ്ടുൽക്കറിൻ്റെ 2011 വേൾഡ് കപ്പ്, ആ ടൈമിൽ ഞാൻ തിരിച്ച് കംബാക്ക് നടത്തിയത് തന്നെ എനിക്ക് 2008 കഴിഞ്ഞപ്പം IPL 2000 ഫസ്റ്റ് ഇയർ IPL ഞാൻ ഇന്ത്യസ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായിരുന്നു IPL. അപ്പം സെമി ഫൈനലിൽ എനിക്ക് 2 ഓവർ കിട്ടുള്ളൂ. അപ്പോൾ പർപ്പിൾ ക്യാപ്പ് നമ്മൾ എല്ലാ സിനിമാടന്മാരും മിക്കവരും പറയും ഞാൻ അവാർഡിന് വേണ്ടിയല്ല ഒന്നും ചെയ്യണേ, ഞാൻ അഭിനയിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഓരോരോ ചെറിയൊരു ഇപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ ആ മൈൽ സ്റ്റോണിലേക്ക് ഇനി എൻ്റെ മൈൽ സ്റ്റോൺ ഞാൻ വരാം. അപ്പം കാണുന്നവരോട് പറയാനുള്ളത്, ഐ ബിലീവ് ഇൻ ദാറ്റ്. ഒരു അൺറിയലിസ്റ്റിക് ഗോൾ വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ളൊരു എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും, അമ്മയുടെ. പിന്നെ മധുച്ചേട്ടൻ, എൻ്റെ അളിയനാണെങ്കിലും എൻ്റെ മൂത്ത ചേട്ടനാണെങ്കിലും ആ ഒരു എന്താ പറയുന്ന ഒരു വാശി അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. അത് കണ്ടാണ് നമ്മൾ വളരണേ. അപ്പോൾ അങ്ങനെ ഇന്ത്യ കളിച്ചു, വേൾഡ് കപ്പ് വെച്ചു. വീണ്ടും 2011 വൺ ഡേ ബോളിംഗ് ആണ്. ഞാനൊരു ടെസ്റ്റ് ബോളർ എന്നായിരുന്നു മിക്കവരും പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് വൺ ഡേ ബോളിങ്ങിലേക്ക് വരാനായിട്ട് കൗണ്ടിയിൽ കളിക്കാൻ പറ്റി. കൗണ്ടിയിൽ കളിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു 2011 വേൾഡ് കപ്പ് പ്രവീൺ കുമാർ ഇഞ്ചേർഡ് ആയി. പക്ഷേ എല്ലാവരും പറഞ്ഞു ഭാഗ്യവാൻ, ഇഞ്ചേർഡ് ആയിട്ടാണ് കളിച്ചതെന്നൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അതിനു മുമ്പുള്ള ഇന്ത്യക്ക് വേണ്ടി ഞാൻ 2 മാച്ച് കളിച്ചിരുന്നു. അതിൽ 2 മാച്ചിൽ 7 വിക്കറ്റായിരുന്നു ന്യൂസിലൻഡിലെ. ഫസ്റ്റ് ഗുവാഹട്ടിയിൽ 3 വിക്കറ്റും അതിനുശേഷം 4 വിക്കറ്റും. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യയുടെ മാച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടെസ്റ്റ് മാച്ച്, വേൾഡ് കപ്പിന് മുമ്പുള്ള ലാസ്റ്റ് ടെസ്റ്റ് മാച്ചിൽ എനിക്ക് 5 വിക്കറ്റ് വരുന്നു. അതിനുശേഷം അതെ, അത് 5 മാച്ച് പിന്നെ വൺഡേ അവിടെ തന്നെ ധോണി കളിപ്പിച്ചിരുന്നില്ല, കോമ്പിനേഷൻ നോക്കാൻ വേണ്ടി. അതിലാണ് ടീം അനൗൺസ് ആയത്. ടീം അനൗൺസ് ചെയ്ത വഴി ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം 30 പേര് പ്രോപ്പർലി ഉണ്ടായിരുന്നു. അപ്പം നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്, നല്ലോണം ഫിറ്റാണ്. പിന്നെ അളിയൻ പറഞ്ഞു, അളിയോ വിഷമിക്കൊന്നും വേണ്ടല്ലേ, നമുക്കൊരു ബാൻഡൊക്കെ തുടങ്ങി, നമുക്ക് വേൾഡ് കപ്പ് ഇന്ത്യൻ കളിക്കണടുത്ത് പോയി നിൽക്കാം. അങ്ങനെയൊക്കെ നമ്മളൊരു ബാൻഡും തുടങ്ങി, S36 ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ പിള്ളേരൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വന്ന് പോയി. പിന്നെ അങ്ങനെ വേൾഡ് കപ്പ് കളിക്കുന്നു, അതും ഫസ്റ്റ് മാച്ച് കളിക്കുന്നു. അതിനുശേഷം 42 ദിവസത്തിന് ശേഷം ഫൈനൽ കളിക്കുന്നു. ഫൈനലിൽ ടെണ്ടുൽക്കറിൻ്റെ വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഗോൾ സെറ്റിങ്ങിൽ എഴുതുമ്പം 2011 കളിക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഹാവ് ടു റിയലി പെർഫോം എന്നൊക്കെ. 2011 വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഞാൻ ഗോൾ സെറ്റിങ്ങിൽ യങ്സ്റ്റേഴ്സിനോടൊക്കെ പറയാനുള്ളത്, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ബി വെരി പ്രിസൈസ്. യെസ്, അബ്സല്യൂട്ട്ലി, പിൻ പോയിന്റ് ഡീറ്റെയിൽസ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം 2009 somehow I have to play the 2011 വേൾഡ് കപ്പ് ഫൈനൽസ്. അതായിരുന്നു എൻ്റെ ഗോൾ സെറ്റിംഗ്. അല്ലാണ്ട് പെർഫോം ചെയ്യണമെന്നോ എങ്ങനെയല്ല ലെവലിൽ കളിക്കണം എന്നായിരുന്നു. പക്ഷെ ഞാൻ അതിനുള്ളിൽ ഫൈനലിൽ വന്ന വഴി പിന്നെയാണ് ഓ മൈ ഗോഡ്, സഹീർ ഭായ് അവിടെ നിന്ന് ഒരു മേഡിന് എറിഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എറിയുന്നു. എൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പിൻ്റെ എനിക്കൊരു ഫസ്റ്റ് ബോൾ നോ ബോൾ ആണെന്ന് തോന്നുന്നു, അതും ദിൽഷനായിരുന്നു സ്ട്രൈക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. യെസ്, അതും പക്ഷേ വേൾഡ് കപ്പ് ഫൈനലിൽ ടെണ്ടുൽക്കറിൻ്റെ സ്വന്തം ഗ്രൗണ്ട്, ഹോം ഗ്രൗണ്ട്, അങ്ങനെ കളിക്കാൻ പറ്റി, അത് ജയിച്ചു. അതാണ് എൻ്റെ ലാസ്റ്റ്. എനിക്ക് തോന്നുന്നു വളരെ അപൂർവം വിന്നിങ് ടീമിൽ ലെവലിലുണ്ടായിരുന്ന ഒരു പ്ലെയറിൻ്റെ ലാസ്റ്റ് മാച്ച് ആയിരുന്നു അത്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി വൺ ഡേ കളിച്ച ലാസ്റ്റ് മാച്ച് ശരിക്കും വേൾഡ് കപ്പ് ഫൈനലിൽ ജയിച്ച മാച്ചാണ്. അപ്പോൾ ടെസ്റ്റ് മാച്ച് ഓഗസ്റ്റ് 22 നമ്മൾ ഇംഗ്ലണ്ടിലായിരുന്നു എൻ്റെ ലാസ്റ്റ് ടെസ്റ്റ് മാച്ച്. അപ്പം അതിനുശേഷം ഞാൻ ഇന്ത്യ കളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സർജറിക്ക് പോയി, 12 സർജറീസ്, ബോത്ത് ദ ടോസ്. ഇപ്പോഴും സ്റ്റീൽ റോഡ് ആൻഡ് ടൈറ്റാനിയം നെയിൽസ് ഒക്കെ ബോണിൽ കൂടെ ഉണ്ട്, ബിഗ് ടോയിൽ 2. അപ്പം ആ ടൈമിൽ ഞാൻ എടുത്ത ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇനി തിരിച്ച് ഫസ്റ്റ് ക്ലാസ് കളിക്കണം, കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ജയിപ്പിക്കണം, അല്ലെങ്കിൽ കേരള ഇറാനി ട്രോഫി ജയിപ്പിക്കണം എന്ന് ആണ് ഞാൻ സർജറി കഴിഞ്ഞപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്തത്. കാരണം 2 വേൾഡ് കപ്പ് ഇന്ത്യക്ക് ജയിക്കാൻ പറ്റി ആസ് എ മലയാളി. പക്ഷേ ഒരു മലയാളി എന്ന നിലയ്ക്ക് സ്വന്തം നാടിൻ്റെ കോമ്പറ്റീഷൻ, നമ്മുടെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് സന്തോഷ് ട്രോഫിക്ക് ജയിക്കുന്ന പോലെ ഫുട്ബോളിൻ്റെ ഹരത്തിൻ്റെ ആ സെയിം ഹരത്തിൽ ക്രിക്കറ്റിന് കേരളത്തിൽ വരണമെങ്കിൽ ഇന്ത്യ ഒരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് വരില്ല. നമ്മുടെ ആ സ്റ്റേറ്റ് ടീം എക്സ്ട്രീംലി പെർഫോം ചെയ്യണം. അത് മിക്ക യങ്സ്റ്റേഴ്സിനും മനസ്സിലാകുന്നില്ല. മിക്ക യങ്സ്റ്റേഴ്സ് ഇന്ത്യ കളിക്കണം എന്ന് പറഞ്ഞ് പോണേക്കാളും കൂടുതൽ നമ്മുടെ സ്വന്തം നാടിൻ്റെ ടീമിനെ ജയിപ്പിക്കണം എന്ന് 2013 തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത്. കുറേ പ്ലേയേഴ്സായിട്ട് രാജസ്ഥാൻ റോയൽസിൽ സെലക്ഷന് പോകാനും, അങ്ങനെ സഞ്ജു വരാനും, അങ്ങനെ സച്ചിൻ ബേബി, അങ്ങനെ കുറേ ആളുകളെ, മനു കൃഷ്ണൻ, അങ്ങനെ കുറേ നല്ല ജിയാസ്, നിയാസ്, അങ്ങനെ കുറേ അതിലേക്കൊക്കെ വരാം. നോക്കാനും അത് വളരെ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളുടെ ഇടയിൽ വരാറുണ്ട്. ഓക്കെ, അതിനകത്തേക്കൊക്കെ വരുന്നുണ്ട് നമ്മൾ. അതിനു മുമ്പ് ശ്രീശാന്ത് ഇസ് നോൺ ആസ് എ ഫാമിലി മാൻ. അത് അച്ഛനമ്മയുടെ അനുഗ്രഹം ആയിക്കോട്ടെ. നമുക്ക് അച്ഛനമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കേട്ടോളെ. തീർച്ചയായിട്ടും. നമസ്കാരം. ശ്രീശാന്തിനെ പറ്റി പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, മലയാളികൾക്കും
പ്രത്യേകിച്ച് ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും ശ്രീയെ അറിയാം. അപ്പം ശ്രീ കടന്നു വന്ന, ശ്രീ അഭിമുഖീകരിക്കേണ്ടി വന്ന വളരെ തീക്ഷ്ണമായ അനുഭവങ്ങൾ കൂടി ഇനി ഒരാളും വരരുതെന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥന. അവൻ ഇനിയും ഉയരങ്ങളിലെത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സ് എപ്പോഴും അവന് ഉണ്ടാവണം. അവൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി നിങ്ങളെല്ലാവരും, മലയാളികളും എല്ലാവരും, മലയാളികളുടെ സപ്പോർട്ടാണ് അവന് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും അവനെ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായി കണ്ട് സ്നേഹിക്കുക. അവന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുക. അവൻ ഇനിയും ഇന്ത്യക്ക് വേണ്ടി കളിക്കളത്തിലിറങ്ങാനും പ്രശസ്തിയിലെത്താനും ഭഗവാൻ സഹായിക്കും. നിങ്ങളുടെയും പ്രാർത്ഥന വേണം. നമസ്കാരം. ഞങ്ങളോടൊപ്പം ലോകത്തിലുള്ള മുഴുവൻ മലയാളികളുടെയും ശരിയായ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് ഈ ഞങ്ങൾക്കും പ്രയോജനമായിട്ടുള്ളത്, മോനും പ്രചോദനമായിട്ടുള്ളത്. അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ അച്ഛനമ്മമാരെ പോലെ ശ്രീയും അച്ഛനമ്മമാരുടെ കൊച്ചുകുട്ടിയാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയുടെയും പ്രാർത്ഥനയും കുറേ മലയാളികളുടെ സപ്പോർട്ട്, കുറേ അധികം ഈ കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ളവരൊക്കെ പുറംദേശങ്ങളിലൊക്കെ വളരെ മലയാളികളുടെ മെസ്സേജസും സോഷ്യൽ സൈറ്റ്സിലൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും മകനായ ശ്രീശാന്ത് ഒരിക്കലും മലയാളിയാണ് വിടരുതെന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ മെസ്സേജ് ആണെങ്കിലും അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അത് ഇപ്പോൾ എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും എത്ര ചെറിയ സ്റ്റാർ ആണെങ്കിലും ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിലും നമ്മളൊരു യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പണ്ട് പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ അച്ഛനമ്മയാണ്. നിങ്ങളുടെ ക്ലാസ്സോ നിങ്ങളുടെ സ്കൂളിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും. ശരിക്കും ഒരു യൂത്ത് ഫെസ്റ്റിവൽ എനിക്ക് പറയാൻ കാരണം വരുന്നില്ല, എൻ്റെ ചേച്ചി നിവേദിത, എല്ലാവരും സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്ന് പറഞ്ഞ് അറിയും. പക്ഷേ ആ ചേച്ചിയുടെ പുറകെ ഉള്ള ഒരു എൻ്റെ വെറും എന്താ പറയുക സബ് ട്രഷറിയിൽ ജോലി ചെയ്യുന്ന അമ്മയും LICയിലെ ഡെവലപ്മെൻറ്റ് ഓഫീസർ അച്ഛനുമാണ് ഈ കലാപ്രതിഭയൊക്കെ ആക്കണേ. അതിൻ്റെ പുറകിൽ ഭയങ്കര അപ്പോൾ അതൊക്കെ കണ്ടുപാടുന്നതാണ്. അപ്പോഴൊന്നും ഞാൻ ഈ അച്ഛനോ അമ്മയോ കിടന്ന് വിഷമിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു ഭാഗമാണ്, അച്ഛൻ്റെ അമ്മയുടെയും കടമയല്ലെന്നൊരു ഫീലാണ്. പക്ഷെ മക്കളെ നമ്മൾ മറക്കുന്നത് നമ്മുടെയും കുറേ കടമകളുണ്ട്. അത് അന്നാണ് ശരിക്കും എനിക്ക് അച്ഛൻ എസ്പെഷ്യലി കരയുമ്പം ആ ഒരു സീനിൽ കണ്ടതോടെ എനിക്ക് ആ ചെറുപ്പത്തിൽ ആ ക്രിക്കറ്ററായ വാശി വീണ്ടും വന്നു. എനിക്കിതെല്ലാം തെളിയിക്കണം. ഈ മീഡിയ തന്നെ, ഈ ചാനലുകൾ തന്നെ വീണ്ടും വരും. അച്ഛൻ കേക്ക് കട്ട് ചെയ്യുമ്പോഴും ഞാൻ തിരിച്ച് കളിക്കുമ്പോഴും ഇവർ തന്നെ ഈ ടോപ്പി മാസ്റ്റേഴ്സ്, ഗവാസ്കർ ഇടയ്ക്ക് പറയും ടോപ്പി മാസ്റ്ററാണ്, നല്ലോണം കളിക്കുമ്പോൾ ടോപ്പി ഇങ്ങനെ വയ്ക്കും, ചിത് കളിക്കുമ്പോൾ ഇതാര് ഇവനെന്ന് കളിക്കാറില്ലെന്നുള്ള. അതുകൊണ്ട് എല്ലാ മീഡിയയും എനിക്ക് ആക്ച്വലി റെസ്പെക്റ്റും ഉണ്ട്. എന്നാൽ ആ ടൈമിൽ എന്താ പറയണേ അതെന്നെ മോട്ടിവേറ്റ് ചെയ്തു. ചിലവരെ അത് മോട്ടിവേറ്റ് ചെയ്യില്ല. അതാണ് അച്ഛനും അമ്മയും വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. എല്ലാ മലയാളികളും മലയാളിയാണ്, ഇന്ത്യക്കാലും കൂടുതൽ മലയാളം. കാരണം കേരളം എന്ന പേര് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പങ്ങളിൽ. അതാണ് രഞ്ജി ട്രോഫിയുടെ ചേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, വേൾഡ് കപ്പ് കളിക്ക് ഇന്ത്യ ജയിപ്പിക്കുക ഒന്ന്, പക്ഷേ സ്വന്തം നാട് ഇപ്പം അച്ഛൻ പണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, വേൾഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളം, ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എറണാകുളം, നാടെന്ന് പറഞ്ഞാൽ നീ ഡിസൈഡ് ചെയ്തോ കൊതങ്ങലും വേണോ കാക്കൂര് വേണോ പക്ഷെ നാട്ടിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ അമ്പശ്ശേരിക്കാവ് അല്ലെങ്കിൽ തട്ടാരശ്ശേരി, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അല്ലാണ്ട് ആ ലെവൽ മനസ്സിലാക്കാൻ ഇതെനിക്ക് ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ചോദിച്ചു തന്നേ. കാരണം ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞാണ് വന്നെങ്കിലും ഇപ്പോഴും ഒരു കാര്യം എനിക്ക് ഓർത്തത്, ചില സമയത്ത് ഈ അച്ഛൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എൻ്റെ കൂടെയാണ്. അച്ഛന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അറിയില്ല. അപ്പോൾ അന്ന് മലയാളത്തിൽ ബുക്കുകൾ വരും. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് വായിച്ചു. അത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് അച്ഛൻ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് വായിച്ചു പഠിച്ചു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആ ഒരു സീൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ എന്താ പറയുക എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് be the best son or daughter to your parents. That is the biggest challenge. That is the biggest gift you can give to your parents. They deserve all the credit. അത് മാത്രമല്ല, they are the only living gods. ഞാൻ എൻ്റെ ഇപ്പോൾ മൂകാംബികയിൽ എൻ്റെ സ്പോർട്സ് അക്കാഡമി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലും അമ്മ മൂകാംബിക ശരണം, അതിൽ ഞങ്ങൾ പറഞ്ഞ തന്നെ അമ്മ ഇസ് ദ ഓൺലി റിയൽ ട്രൂത്ത്. അതൊരു വലിയ കവിതകളേക്കാളും എല്ലാ ഇതിലും എഴുതിയിട്ടുണ്ട്. ഖുറാനായാലും എല്ലാത്തിനും സത്യം അമ്മയാണ്. അപ്പം എന്താ പറയണ, അതുകൊണ്ടാണ് ഇപ്പം അമ്മയും അച്ഛനും പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി എനിക്ക് അച്ഛനും അമ്മയുടെ കടപ്പാടുള്ള പോലെ തന്നെ എൻ്റെ കടപ്പാട് എൻ്റെ മക്കളോടും ഉണ്ട്. എൻ്റെ മക്കളും എന്നെ നോക്കുവാണ്. ഇപ്പം ട്രെയിൻ ചെയ്യുമ്പോഴും
ഇപ്പോൾ പെട്ടെന്ന് ഫിലിം ഫീൽഡിൽ ഹൾക്ക് ബോഡിയൊക്കെ ആയി ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയ്ക്ക് വേണ്ടി ബോഡിയൊക്കെ വെച്ചു. അതിനുശേഷം ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് കഴിഞ്ഞ കൊറോണ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് നോക്കിയത്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എങ്കിലും അതിൻ്റേതായ പ്രിക്കോഷൻ എടുത്ത് അതും അച്ഛനും അമ്മയും. അച്ഛനിപ്പം ഓൾമോസ്റ്റ് 82 ആയിരുന്നു. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്നിരുന്നു, ഓപ്പൺ ഹാർട്ട് സർജറീസും. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ അമ്മയുടെ സ്ട്രെങ്ത് അമ്മ ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. കാരണം അത് അമ്മയുടെ ലെഫ്റ്റ് ലെഗ് ആംബ്യൂട്ട് ചെയ്തിട്ട് ആ ആർട്ടിഫിഷ്യൽ ലെഗ് വയ്ക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ പറയാണ്, അമ്മ സമ്മതിച്ചിട്ട് അമ്മയുടെ മോനല്ലേ ശ്രീ, നീ എന്തായാലും കളിക്കും. അപ്പോൾ ഞാൻ വെച്ചു എന്ത് പറ്റി? അമ്മ ഒരു സാധാരണ ആളാണെങ്കിൽ ആ ഓപ്പറേഷൻ്റെ കരയും, അല്ലെങ്കിൽ അത്രയും വേദനയുള്ള ആ ആർട്ടിഫിഷ്യൽ ലെഗ് വയ്ക്കുമ്പോഴൊക്കെ ഒരിക്കലും അത്ര എളുപ്പമല്ല. അത് അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് എല്ലാ എക്സസൈസും ചെയ്യണേ. അപ്പം അവിടെ ഞാൻ പോയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞത്, ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫാമിലിയിൽ തന്നെ ജനിക്കാനാണ് എനിക്കിഷ്ടം. ഈ സെയിം ആൾക്കാർ ചോദിക്കും ആരായിട്ട് ജനിക്കണം, എനിക്ക് ഗോപു, അച്ഛനമ്മയുടെയും ഗോപുവായിട്ട് തന്നെ ജനിക്കാനാണ് ആഗ്രഹം. അച്ഛനും അമ്മയുടെയും ഗോപുവായിട്ട് തന്നെ ഇനിയുള്ള എല്ലാ ജന്മങ്ങളും അങ്ങനെ ജനിക്കാനുള്ള അവസ്ഥ ഉണ്ടാകട്ടെ. ശ്രീശാന്ത് ഒരു സാധാരണ വ്യക്തിത്വമല്ല. കാരണം ശ്രീശാന്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗോൾ സെറ്റിംഗ്, യു സെറ്റ് യുവർ ഗോൾ വളരെ പറയും. ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം വളരെ ദൂരത്തു നിന്നാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. Can we have that video? Hi Sri. Hi brother. Hope you're keeping good. Before I wish Srishant, let me share a small story about Sri to the viewers. I know Sri from my childhood. During those early days, Sri used to tell us that he will play for the country and will win the World Cup for India. But as friends, we used to mock him and make so much of fun and tell all the permutations and probabilities of him not making for the country, because he comes from a small state called Kerala. But too much for our surprise, his dedicated and disciplined life showed us all with a lot of pride that he played for the country in 2005. And rest was history, as we all know. Winning the World Cup not once but twice was an incredible achievement. I personally know it was one of the toughest 7 years as an innocent sport person you had to go through, but I am more than sure that you will come up in flying colours and make wonders, and will bring a lot of surprises for Team India. I've got only one request. Don't think too much about the permutations and probabilities in front of you. Never ever give up. All the very best, Sri. Bring home the World Cup once more for India and make all Indians proud. Jai Hind. All the very best. Take care. Thank you. Pinku was next to you when you were on the 50 rupee ticket. Absolutely. അതിനുശേഷം നമ്മൾ വിജയൻ ചേട്ടൻ്റെ ഒരു ഇന്ത്യ വേഴ്സസ് ഇറാഖോ ഏതൊരു മാച്ച് കാണാനും കൂടെ പോയിരുന്നു. അപ്പം ഫുട്ബോളിൽ ഭയങ്കര ഹരായിരുന്നു. അപ്പം ഇപ്പോഴും അതെ. അപ്പോൾ പിങ്കു ഉഗ്രൻ ഫുട്ബോൾ പ്ലെയറാണ്. ചിന്മയ സ്കൂളിലായിരുന്നു. അപ്പം ഞാൻ ഓക്കെ എന്നും പറയാൻ പറ്റില്ല, അതിലും മോശമാണ് എൻ്റെ ഫുട്ബോൾ കളി. പക്ഷേ ഈ മലയാളിയിലെ എല്ലാവരുടെയും ബ്ലഡ്, മലയാളിയും ബംഗാളിയും ഫുട്ബോൾ ഇട്ടുകൊടുത്ത് നമ്മൾ കളിക്കും. അപ്പം പിന്നെ എനിക്ക് അഗ്രസീവ് നേച്ചർ ആയതുകൊണ്ട് ഇങ്ങനെ ഓടി ഇടിച്ചിട്ടിട്ടൊക്കെയാണ് നമ്മൾ ഗോൾ അടിക്കണത്. അപ്പം അങ്ങനെയുള്ള കളിയിലാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇപ്പോൾ കളിക്കണേ, ഇപ്പോൾ ഫുട്ബോൾ കളിക്കടാ, ഇന്ത്യക്ക് കേരളത്തിൽ നിന്ന് ആരാ കളിച്ചിട്ടുള്ളത്? ആ ടൈമിലാണ്, അതാണ് ടിനിച്ചേട്ടനോട് നന്ദിയുണ്ട് കേട്ടോ. ടിനിച്ചേട്ടൻ ആ 2001 ഇന്ത്യ കളിച്ചപ്പോൾ അതോടുകൂടി പിങ്കു പറയാ ഇനിയൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം പിങ്കു അന്ന് തൊട്ടേ എനിക്ക് തോന്നുന്നു സെക്കൻഡ് തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ളൊരു ബെസ്റ്റ് കമ്പനിയാണ്. അപ്പം ഇപ്പോൾ അവന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലണ്ടിൽ ഫുൾ സെറ്റിൽഡ്. അവനിപ്പം ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡറും വൈഫ് ഡോക്ടറും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവനോട് സെറ്റിൽഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 7 years താങ്ക് യു പിങ്കു. തീർച്ചയായിട്ടും ഇപ്പോൾ പിങ്കു പറഞ്ഞ പോലെ 2 വേൾഡ് കപ്പ് അല്ല, അതൊരു 2 എനിക്ക് ഇഷ്ടമുള്ളത് നമ്പറാണ്. എനിക്കെപ്പോഴും ഒരു 3, 1, 3, 5, 7 അങ്ങനെയാണ് ഇഷ്ടം. അപ്പം തീർച്ചയായിട്ടും പിങ്കു മാക്സിമം ട്രൈ ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ അത്രയും ഫിറ്റ്നസ്സും അതുപോലെ നല്ലോണം ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു തമാശ രീതിയിൽ വേണമെങ്കിൽ പറയാം, പണ്ടത്തെ സൃഷ്ടിനെ കുറച്ചും കൂടെ ബുദ്ധി വെച്ചു വിക്കറ്റ് എടുക്കാൻ. അതുകൊണ്ട് ചാൻസ് ഉണ്ട്. സെലക്ടേഴ്സും കൂടെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പെർഫോം ചെയ്യും. ബാക്കി അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധമായ വിശുദ്ധയെ അതുപോലെ അന്തോണിസ് പാരെല്ലാം കൃപ ചൊരിയാണ്. അത് പിങ്കു എപ്പോഴും നമ്മൾ സെന്റ് ആന്റണീസിൽ പോകും. അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഇതാണ്. അപ്പം എല്ലാവരും ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ എല്ലാവരും ഇല്ല നമ്മുടെ കൂടെ. അപ്പം കളിക്കും. അങ്ങനെ ഒപ്പം ഉണ്ടായിരുന്ന, വളരെ ചെറുപ്പത്തിലെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ കൂടെ ഉണ്ട്, യുവർ ഫസ്റ്റ് കോച്ച്. Can we have Shashikant sir on screen? Wow. It's been a great pleasure and a privilege to talk about Shantakumar Srishant.
In fact, I spotted him at the age of 13 in the year 1996 outside the Nehru Stadium in Ernakulam. And when I first saw him, I got an impression that this boy has got something, because I could read his eyes that he wanted to play good cricket, high grade of cricket. And during his during the camp, I could get the feeling that he had, looking at his skill level, the way he was committed towards his game, that he can go places. So Kerala those days were not a force to reckon with in domestic cricket, because they are just coming up, and Bangalore being the hub, and in fact I was staying in Bangalore. Then casually I just inquired with Srishant whether he could come to Bangalore to pursue his cricket career. For 1 week there was total silence, and after 1 week I could see this lad standing under the tree with a suitcase and a cricket kit. I just gently asked him, "Hi Sri, what are you doing?" He said, "I'm coming with you to Bangalore." I was pleasantly surprised. I believe he has told his parents that my sir has told me that I've got potential, I've got talent, and that talent should not go waste. So I have to go to Bangalore to pursue my cricket. And if you don't send me, I will not have food properly. And he somehow managed to convince them. And there you are. He was ready to come to Bangalore. And then I took him to Bangalore. I got him admission in St. Flores School and got admission in the one of the academies. And he was there for 4 years. After that, he joined MRF Pace Foundation. And then, yes, after that it's history. Now, Sri is on a comeback trail. It's a very heartening and a good news that he is getting, after 7 years, haters, he's trying to get back into first class cricket. I saw the video other day, and I could see him bowling seam up. Not many bowlers in the world can do that, excepting at the moment we have Mohammad Shami in Indian cricket who can do that consistently. And if you can go back to his test match days, where I think he used to make the South African batsmen, Australian batsmen to dance to his tune. And I'm sure he'll definitely, on his comeback trail, he'll get plenty of wickets in first class cricket, and he'll again make a resounding comeback into the Indian cricket. As long as he's fit, and he's supremely fit, and he's working on his fitness, I'm sure he will definitely make a great comeback. And he still bowls with that seam up deliveries. I think pitching the ball on the seam, it's an art, and I think he has mastered that. And not only that, he is now working on his batting. In fact, he has sent few of his videos to me to work on his batting, and I have given him few tips, and he's working on his batting skills also. So apart from being a genuine quickie, he can work on his batting as well, which will be very handy. And on this comeback trail, I wish him all the best. More power to you, Sri. God bless you. Keep rocking. Your first coach, P.V. Shashikant, former captain of Karnataka. And ഒരു കാലത്ത് സ്പോർട്സ് സ്റ്റാർസിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്പോർട്സ് സ്റ്റാർസിൽ സ്ഥിരമായിട്ട് ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും. നല്ലോണം കസ്റ്റമറി സ്ക്വാഡ് ഡ്രൈവ്. He used to be first, sir, thank you very much. I'm sure you will watch this for sure.
അപ്പം ഐ ഹാവ് ടു സേ ദിസ് ടു യു സർ. സർ താങ്ക് യു വൺസ് അഗെയിൻ. കാരണം you know where I started. It was just outside the Jawaharlal Nehru Stadium, Kochi. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഐ വിൽ മിക്സ് ചെയ്യാട്ടോ ഇംഗ്ലീഷും. അദ്ദേഹത്തിന് മലയാളം അറിയാം, മാംഗ്ലൂരുകാരനാണ്. അപ്പം ബട്ട് സ്റ്റിൽ സർ താങ്ക് യു വെരി മച്ച്. ആ ഒരു ഐ സ്റ്റിൽ റിമെമ്പർ നമ്മുടെ ഇവിടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്റ്റേഡിയത്തോട്ട് വരുമ്പോൾ ഒരു വലിയൊരു മരമുണ്ട് അവിടെ നടുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു മരം. ആ മരത്തിൻ്റെ താഴെയായിരുന്നു നമ്മൾ ഇരുന്നുകൊണ്ടിരുന്നത് നമ്മുടെ സ്ട്രാറ്റജി മീറ്റിംഗ്. അപ്പം ഞാനും ഒരു ഷിറാസ് എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. അപ്പം അദ്ദേഹം ഷിറാസ് ആയിരുന്നു എൻ്റെ ഓപ്പണൻറ്റ് ക്യാപ്റ്റൻ. അപ്പം നമ്മൾ പുറത്തു പോയി കളിക്കുമ്പം ശ്രീശാന്ത് ക്യാപ്റ്റൻ, ഷിറാസ് വൈസ് ക്യാപ്റ്റൻ, അല്ലെങ്കിൽ ഷിറാസ് ക്യാപ്റ്റൻ, ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പം നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ആ ഗ്രൗണ്ടിൽ നമ്മുടെ ആ മരത്തിൻ്റെ അപ്പം ഇങ്ങനെ സാറ് അന്ന് പറഞ്ഞാണ് 3 Ds: ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ. സർ ഷുവർലി ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ലെസൺ എന്ന് പറയാം ക്രിക്കറ്റിൽ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഓടി അതായിരുന്നു ഒരു ക്രൈറ്റീരിയ. ഒരു ഫിറ്റ്നസിനെ കുറിച്ച് ഡേവിഡ് ജോൺസൺ സർ വാസ് വിത്ത് യു. അപ്പം ശശികാന്ത് സാർ എന്നെ അന്ന്, ഇഫ് യു ഹാഡ് നോട്ട് ടേക്കൻ മീ ടു ബാംഗ്ലൂർ, ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് പ്ലേഡ് ഈവൻ സ്റ്റേറ്റ് ക്രിക്കറ്റ്. കാരണം അവിടെ ചെന്നതിന് ശേഷം ഞാനൊരു സാർ ഐ എം ഷുവർ യു സ്റ്റിൽ റിമെമ്പർ, BL ഗ്രൗണ്ടിൽ സർ വാസ് പ്ലേയിങ് എ ഫസ്റ്റ് ഡിവിഷൻ മാച്ച്. അപ്പം ഞാൻ എൻ്റെ സൈക്കിളിൽ എനിക്കൊരു അച്ഛൻ BSSLR സൈക്കിൾ മേടിച്ചു തന്നിരുന്നു. കാരണം ഞാൻ വിദ്യാരണ്യപുരയിലായിരുന്നു. വിദ്യാരണ്യപുര ടു RT നഗർ ഫ്ലോറൻസ് പബ്ലിക് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. സോ എൻ്റെ ഷെഡ്യൂള് ചിലപ്പോൾ ഇപ്പോഴത്തെ ഇതുവരെ ഞാൻ കുറേ അധികം ആൾക്കാരോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആൾക്കാരോട് പറഞ്ഞു തുടങ്ങിയത്. ഒരു ഫോർട്ട്നൈറ്റിൽ ഇന്ത്യ കളിച്ചതല്ല. അപ്പം ആ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്, പാരൻസിന് എൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും അഫോർഡ് ചെയ്യാൻ ഡെയിലി എന്താ പറയണേ ബസ്സിൽ കയറും, അല്ലെങ്കിൽ മിക്കവരും കനറ്റിക്കൊണ്ട് അച്ഛനമ്മമാർ അവിടെ ബാംഗ്ലൂർ മിക്കവരും അച്ഛനമ്മമാർ ഇങ്ങനെ കാറിൽ കൊണ്ട് വിടുന്നു. അതും AV ജയപ്രകാശ് സ്കൂൾ ഓഫ് ക്രിക്കറ്റ്, JP സ്കൂൾ ഓഫ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു ആ ടൈമിൽ. അതെ, പിന്നെ അതെ അബ്സല്യൂട്ട്ലി. പിന്നെ ബ്രിജേഷ് പട്ടേൽ ഇംതിഹാസ് അഹമ്മദ് അക്കാഡമി, റോജർ ബിന്നി അക്കാഡമി, അങ്ങനെ കുറേ അക്കാഡമികളാണ്. അപ്പോൾ എല്ലാവരുടെയും മക്കൾ ഇങ്ങനെ ഹൈ ലെവൽ ക്ലാസ്. അപ്പം ഞാൻ ചെന്ന് പ്രാക്ടീസിന് ചെല്ലുന്ന ഒരു BSSLRലായിരുന്നു. അപ്പം എൻ്റെ അളിയനും നന്ദിയുണ്ട് എനിക്ക്. കാരണം എൻ്റെ അളിയൻ ആ ടൈമിൽ ബാംഗ്ലൂരിൽ എനിക്ക് മേടിച്ച് തന്നിട്ട് കലാശിപ്പാളയത്ത് നിന്ന് എന്നോട് പറഞ്ഞു, മോനെ ചോദിച്ചു വരാൻ. ലാൽ സാറിൻ്റെ സിനിമ ചോദിക്കണ പോലെ അയാൾക്കത് എഴുതുകയാണെങ്കിൽ ലാൽ സാറ് പറയില്ലേ, നമുക്ക് ചോദിച്ചു പോകാമെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഓരോ ജംഗ്ഷനിൽ നിർത്തി ഇനി എങ്ങനെയാണ് BLലോട്ട് പോകണേ. അങ്ങനെ പോയി വിതരണയിലേക്ക് പോയിരുന്നു. അപ്പോൾ ആ സൈക്കിളിൽ കഥ ഒക്കെ പറയാൻ കാരണം, മോർണിംഗ് 4:30 വേക്കപ്പ്, മോർണിംഗ് 4:30 to 5, പിന്നെ 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ 6 o'clock എത്തില്ല. ഓൾമോസ്റ്റ് 12 to 14 കിലോമീറ്റേഴ്സാണ് എന്താ പറയുന്നത് ഗ്രൗണ്ടിലോട്ട്. അതും സ്കൂൾ ബാഗ്, കിറ്റ് ബാഗ് നമ്മുടെ പുറകിലത്തെ സൈക്കിളിൻ്റെ പുറകിൽ. അപ്പം അത് വെച്ച് ഗ്രൗണ്ടിലെത്തുക, 6 മണിക്ക് എത്തി അവിടെ 3 റൗണ്ട് ഓടുക. അതിനുശേഷം അവിടെ നിന്ന് നേരെ സ്കൂളിൽ ചെല്ലുക. 9 o'clock ഇസ് അസംബ്ലി. അപ്പം 8:30 ചെന്നിട്ട് 8:45 to 9 ബി ഇൻ ദ അസംബ്ലി. 9 o'clock ക്ലാസ് സ്റ്റാർട്ട്സ്. അത് കഴിഞ്ഞ് നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട് ക്രിക്കറ്റേഴ്സിന്, സ്കോളർഷിപ്പ് ആയതുകൊണ്ട്. അപ്പോൾ 2:45 നമ്മൾ സ്കൂളിൽ നിന്ന് വിടും. അങ്ങനെ സൈക്കിൾ ബാക്ക് ടു പാലസ് ഗ്രൗണ്ട്. 3 o'clock അവിടെ എത്തും. അതിനുശേഷം 3:15 to 6:30 ഗ്രൗണ്ടിലാണ്. അതിനുശേഷം 6:37 ആകുമ്പോൾ അവിടെ നിന്ന് സൈക്കിളോട്ടൊരു പോക്കുണ്ട്. തിരിച്ച് വിദ്യാർത്ഥിയുടെ എത്തുന്നുള്ള ഫീലിലാണ് പോണത്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വാശിയിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു 3-4 വർഷം അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ശശികാന്ത് സാർ നല്ലോണം അറിയാതെ. കാരണം സാറിനെ കാണാൻ പോയപ്പോൾ സാറ് ചോദിച്ചു, യു ആർ സ്റ്റിൽ ഇൻ യുവർ സൈക്കിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ഗുഡ് ഫിറ്റ്നസ്. ഞാൻ അപ്പോഴും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ സാറിന് എന്തായാലും മനസ്സിലാക്കണം. അപ്പോൾ സാർ അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. കാരണം Under 13 കർണാടക ഐ ഡ്രിങ്ക് സെലക്ടഡ്. Under 14 സെലക്ട് ചെയ്യാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. Under 15 സെലക്ഷൻ കിട്ടിയില്ല. Under 17 ട്രൈ ചെയ്തു, അതിനും സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ 10th ആഫ്റ്റർ ദ 10th എക്സാംസ് ഞാൻ സാറിനോട് എല്ലാവരും പറഞ്ഞിട്ടാണ് ഐ എം ലീവിങ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ശശികാന്ത് സാർ ആ ഒരു 3-4 years ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ച് എന്താ പറയണേ ക്രിക്കറ്റിൻ്റെ ബേസിക് ആദ്യ പാഠങ്ങൾ, പ്രോപ്പർ പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്താണെന്നും ഒരു കോമ്പറ്റീഷനിൽ സെലക്ഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്. അത് എൻ്റെ പ്രൈം എക്സാമ്പിളാണ്. ഞാൻ എല്ലാ ലെവലിലും സ്റ്റേറ്റ് അങ്ങനെ കളിച്ചിട്ടില്ല. യു ഷുഡൻ വറി. ഇപ്പോൾ ഒരു യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, എസ്പെഷ്യലി മലയാളി ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയാനുള്ളത്, എസ്പെഷ്യലി അച്ഛനമ്മമാരും എസ്പെഷ്യലി ഈ കോച്ചസ്, കുറേ പുതിയ യങ്സ്റ്റേഴ്സ് കുറേ കോച്ചസ് ഈ 1-on-1 കോച്ച് ചെയ്യുന്നുണ്ട്. പ്ലീസ്
പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ കോച്ചിങ്ങിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ആ 1-on-1 കോച്ചിങ്ങിൻ്റെ ആ ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ആ ഒരു പ്ലെയറും ഒരു ടീം അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു വലിയൊരു അക്കാഡമി എന്ന് പറഞ്ഞാൽ വലിയ അക്കാഡമി ജോയിൻ ചെയ്യണം എന്നല്ല പറയുകയാണ്. മിനിമം 15 പേരുള്ള ഒരു ക്ലബിൽ കളിക്കണം. അവിടെ കളിച്ച് ആ ഇൻഡിവിജ്വൽ ഈഗോ മാറ്റി, ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല, ഇതൊരു ടീം സ്പോർട്ടാണ്. ആ ഒരു 1-on-1 ചെയ്യുന്നൊരു വ്യക്തി ചെയ്തോട്ടെ, അത് സ്പെഷ്യലാണ്. ആ ഗ്രൗണ്ടിൽ ഒരു ടീമിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യണം. കാരണം എനിക്ക് ഒരു ലെവലിൽ എത്താൻ പറ്റുന്നത് ഞാൻ ഒരു കോച്ചിൻ്റെ ഒപ്പം, ഞാൻ ശശികാന്ത് സാറിൻ്റെ ഒപ്പം മാത്രമാണ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുന്നത്, ഞാനൊരു ഗ്രൗണ്ടിൽ ചെല്ലുമ്പം ഇങ്ങനെ ഇരിക്കണം, ഒരു ടീം മാൻ ആയിരിക്കില്ല. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, എത്ര ബുദ്ധിമുട്ടാണ് ഒരു ലെവലിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് പറയാനുള്ള കോച്ചസ്, പ്ലീസ് ഗിവ് റെസ്പെക്ട് ടു ദ ഗെയിം ഫസ്റ്റ്. ഗെയിം റെസ്പെക്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ 1-on-1 കോച്ചിങ്ങിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ബിൽഡ് എ ടീം. ഒരു ഇഫ് യു ആർ എ ഗ്രേറ്റ് കോച്ച്, ഗെറ്റ് 20-25 സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ, എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വിടും. അതാണ് ഞാൻ ശശികാന്ത് സാറിനെ കണ്ടപ്പോൾ ഐ എം ടെല്ലിങ് യു, any team sport, including tennis for example, it's a team sport. There is physios, there are so many people behind it. But please coaches, it's a request. ശശികാന്ത് സാർ, ഞാൻ ബിഗസ്റ്റ് എക്സാമ്പിൾ പറയാം, കുറേ ആളുകൾ പേര് പറയേണ്ടതല്ല, KL രാഹുൽ, നിങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. നമ്മുടെ 300 അടിച്ച മലയാളി കരുൺ നായർ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഒന്നും വേണ്ട, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന മഹത്തായ വ്യക്തി, മുംബൈ വേഴ്സസ് രഞ്ജി ട്രോഫി കർണാടക ജയിക്കുമ്പോൾ കർണാടകയുടെ ക്യാപ്റ്റൻ ശശികാന്ത് സാറാണ്. എന്നിട്ട് ടെണ്ടുൽക്കറിനെ എങ്ങനെ ഔട്ടാക്കണം, ഇത് എനിക്ക് വരെ താങ്ക് യു സാർ, അത് ഞാൻ പറയാൻ മറന്നുപോയി. സാറിൻ്റെ കുറേ ഫീൽഡിൽ എങ്ങനെ വെക്കണം എന്ന് എനിക്ക് സാർ ഒരു കഥ പറഞ്ഞു. സാർ എനിക്ക് ചലഞ്ചർ ട്രോഫിയിൽ പറഞ്ഞു തന്നില്ല എങ്ങനെ സച്ചിനെ ഔട്ടാക്കണമെന്ന്. പക്ഷേ ലോങ് ബാക്ക് ഞാൻ പറഞ്ഞില്ല, അക്കാഡമി സ്ട്രാറ്റജി അടങ്ങുമ്പോൾ സാറിൻ്റെ ഒരു സാർ താങ്ക് യു എന്താ പറയുന്നത്, സാർ ഇങ്ങനെ പറയാം ടെണ്ടുൽക്കർ ഇങ്ങനെ ഫീൽഡ് ചെയ്യണം, അങ്ങനെയാണ്, അഗ്രസീവ് ബാറ്റ്സ്മാൻ ആണ്. അപ്പം ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് എനിക്ക് ചലഞ്ചർ ട്രോഫിയിൽ ടെണ്ടുൽക്കറിനെ ഔട്ടാക്കാൻ പറ്റിയത്. അപ്പം ഫീൽഡ് സെറ്റിംഗ് എല്ലാം. അപ്പോൾ താങ്ക് യു സർ, ബിഗ് സല്യൂട്ട് ടു യു, സീ യു സൂൺ. ആൻഡ് പിന്നെ ബാറ്റിംഗ് സാർ താങ്ക് യു ഇവിടെ പറഞ്ഞതിൽ. ഐ എം ഷുവർലി ഇംപ്രൂവിങ്. So I think we are on the path of seeing an all-rounder Srishant. For sure. കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇപ്പോൾ കൊറോണ ടൈമിലും ഇതാണല്ലോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പം യു ഹാവ് ടു പെർഫോം. എനിക്ക് ഇപ്പം നെറ്റ് സെഷനിലും ബോൾ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പം പോയി ഡ്രിൽസും സാറ് കുറേ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പ്രാക്ടീസ് കൊണ്ടിരിക്കണം. പക്ഷേ ശ്രീശാന്തിൻ്റെ ഏറ്റവും ബ്രില്യൻ മൊമെന്റ്സ് ഓഫ് ശ്രീശാന്ത് ക്രിക്കറ്റിംഗ് കരിയർ, 3 വിഷ്വൽസ് ഉണ്ട് നമ്മളുടെ. ഈ 3 വിഷ്വൽസ് ഈ ഒരു ഇൻഡിവിജ്വലിനെ കളി കണ്ടിട്ടുള്ള ആളുകൾ അവരുടെ ലൈഫ് ലോങ് മറക്കാത്ത 3 മൊമെന്റ്സ് ആണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ. This first ball has tailed back in ever so slightly. Oh dear, that's out. That is out, surely. And gone. What a delivery. And Lara's gone. India's back in this again. Knocked him over. What a big wicket. When he bowls line and length and swings the ball, he's a fine bowler. ഈ 3 വിക്കറ്റ്സ് ഇത് സുനിൽ ഗാവസ്കർ പറഞ്ഞിട്ടുണ്ട്. ഐ വാസ് വാച്ചിങ് ദി കമന്ററി വെൻ ഹി സെഡ് ദിസ്. കപിൽ ദേവിന് ശേഷം ഒരേ ആക്ഷനിൽ ഇൻ സ്വിങ്ങും ഔട്ട് സ്വിങ്ങും അറിയാൻ പറ്റുന്ന ഒരേ ഒരു ബോളറെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ശ്രീശാന്ത്. ഇത് അദ്ദേഹം പറയുമ്പോൾ ഞാനും ഒരു ബില്യൺ ഇന്ത്യക്കാരുടെ കൂടെ ടെലിവിഷൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ 3 വിക്കറ്റ്സും 3 ബോളാണ്, 3 എന്താണ് പറയുക, ഒരു തരത്തിലും സാമ്യമില്ലാത്ത ശൈലികളുള്ള 3 ബാറ്റ്സ്മാൻ. ക്ലോസ് ടു വിക്കറ്റ് ആണ് 3. ഇത് ആ മൊമെന്റ്സ്, ഡിഡ് യു സെറ്റ് ദം അപ്പ് ഓൾ 3 of them? എസ്പെഷ്യലി എനിക്കതിനകത്ത് ഞാൻ സീക്രട്ട് ഞാൻ ചേട്ടാ പറയുന്നില്ല, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇന്റർവ്യൂ പറയാം എങ്ങനെയാണെന്ന്. കാരണം കുറേ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കണം. എൻ്റെ അച്ഛൻ പറയുന്ന പോലെ യു ഹാവ് ടു ഹെൽപ്പ് എവറിബഡി ആൻഡ് ടീച്ച് എവറിബഡി. ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. യു ഹാവ് ടു മാക്സിമം യു ഹാവ് ടു സ്റ്റേ ക്ലോസ് ടു ദ സ്റ്റംപ്സ്. അപ്പം ഒൺലി ദെൻ യു, ഇപ്പം നമ്മുടെ അതാണ് കുറേ ഇൻഡിവിജ്വൽ കോച്ചസ് ഇവിടെ കാണുന്നവരൊക്കെ, ദേ ആർ വിത്ത് ഓൾ റെസ്പെക്ട്, ഇഫ് യു ഡോണ്ട് ടീച്ച്. മനസ്സിലായില്ലേ? മിക്കവരും ഒരു യങ്സ്റ്ററിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 7 to 12 ഇയേഴ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു 4-5 വർഷം ഒരു ഏതൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിലും. ഇപ്പം ലേറ്റായിട്ട് തുടങ്ങുന്ന ക്രിക്കറ്റേഴ്സ് പറയും സ്പോർട്സ് പേഴ്സൺ, ബട്ട് ദേ ആർ അജൈൽ. നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ ഐ വാസ് ഓൾവേസ് ആക്റ്റീവ്.
ഇപ്പോഴത്തെ സിറ്റി ലൈഫിൽ ഒരു പയ്യനെ ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന അവനൊന്ന് കളിച്ച് മുന്നോട്ടെത്താൻ വേണ്ടി നമ്മൾ കൊണ്ടേ കൊടുക്കുമ്പോൾ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ബി ഇൻ ദ റൈറ്റ് ഹാൻഡ്സ്. അപ്പം അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഒരു ഇൻഡിവിജ്വൽ സ്പോർട്ടല്ല ഒരു സ്പോർട്ടും, അത് there is so much of hard work behind it. Coming to the seam position, ഈ 3 വിക്കറ്റും എടുത്തിട്ടുള്ളത് അതിനകത്ത് കാലിസിന്റെ വിക്കറ്റ് ഗോഡ്സ് ഗ്രേസ് അത് ഞാൻ ഗുരുവായൂരപ്പന് വിട്ടുകൊടുത്തു. കാരണം ആ ടൈമിൽ അദ്ദേഹം ഔട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഷോട്ട് ബൗൺസർ ചെയ്ത് എന്നെ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുക, കാരണം നല്ല വിക്കറ്റാണ്. അപ്പോൾ ഒരുവിധം അധികം റൺസ് വേണ്ടായിരുന്നു. കാലിസ് പെർഫോം ചെയ്ത് എന്തായാലും അവർ ജയിക്കും. അപ്പം ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ തോറ്റു, ഈ ടെസ്റ്റ് എന്തായാലും ജയിച്ചേ പറ്റൂ. അപ്പം ഞാനൊരു അതിന് മുമ്പുള്ള ദിവസം നല്ല ഈവനിങ്ങിൽ നല്ലോണം സ്പെല്ല് ചെയ്തിരുന്നു. പിന്നെ എന്താ പറയണ, സ്മിത്തും ഇങ്ങനെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് സ്മിത്തിനെ അഗ്രസീവായിട്ട് കാണിച്ചപ്പം അവരുടെ ക്യാപ്റ്റനായ സ്മിത്തും എന്താ ഡോൺ ഫോർഗെറ്റ് യു ആർ ഇൻ സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞ് ബാറ്റൊക്കെ കാണിച്ച് അതിൻ്റെ അടുത്ത് പോലെ പുള്ളി ഔട്ടാക്കി. ദേവാനുഗ്രഹം പുള്ളി അത് ഞാൻ ഷോട്ട് എറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നിട്ടെല്ലാം ശ്രീ എല്ലാവരും കൈയടിച്ചിട്ട് പറഞ്ഞു ഇനി കാലിസിന് ആ ഒരു ആവശ്യത്തിൽ കാലിസിനെ കുത്തിക്കരുത്, പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്ത് കാരണം കാലിസിനെ പോലെ ഒരു പ്ലെയറിന് when you are running close to the stumps, ഒരു ക്രിക്കറ്റ് അറിയുന്നവർ when you are coming close to the stumps you cannot play around. നമുക്ക് you can work, ചെറിയൊരു എടുത്ത് കിട്ടിയാൽ you will go for runs. So it was very important for me to keep him quiet. അപ്പോൾ ഞാൻ 6 ബോൾ എറിഞ്ഞാൽ 6 ബോളും he has to be there. അപ്പം അങ്ങനെ ഒരു കിട്ടി, ആ ഒരു സ്പെല്ലിൽ കിട്ടി. ദേവാനുഗ്രഹം എന്താ പറയണ ഞാൻ ആ ടൈമിൽ നല്ലോണം സ്പെല്ല് എറിഞ്ഞ് 3-4 ഓവർ എറിഞ്ഞിട്ട് വിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ലീവ് ചെയ്യണു കളിക്കണു അകത്തേക്ക് എറിയുന്നു. ആ സെയിം ഇതിൽ നിന്ന് അകത്തേക്ക് പുറത്തേക്ക് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 3-4 ഓവേഴ്സിൽ മോർ ദാൻ 20-21 വിക്കറ്റ് ടേക്കിംഗ് ബോൾസ് വരെ എറിയാൻ പറ്റുന്നുണ്ട് ആ ടൈമിൽ, നല്ല സ്പെല്ല് എറിയുമ്പം. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താ പറയണേ ശ്രീ, എനിക്ക് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് നോ ഓൾ ദ സ്പോർട്സ് പേഴ്സൺ ഡു ദാറ്റ്. അപ്പോൾ സെൽഫ് ടോക്കിൽ ശ്രീഷ് ഒന്ന് എറിഞ്ഞു നോക്കിയാലോ ഒരെണ്ണം. അപ്പം ഞാൻ റൗണ്ട് എറിയണമെന്ന് ആ ബോൾ സത്യം ഞാൻ ഫസ്റ്റ് ടൈം റിവീലിങ് റൗണ്ട് സ്റ്റംപ്സ് ഇങ്ങനെ നോക്കി ഓക്കെ ഒരു ബോൾ കൊണ്ട് എറിയാം ഗുരുവായൂരപ്പ, അതാ സത്യം, അതാണ് ഞാൻ പറഞ്ഞ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ വന്ന് ജസ്റ്റ് മനസ്സിൽ ഇങ്ങനെ അറിയേണ്ട ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടാണ് വന്ന ആ സെയിം പ്രതത്തിൽ വന്ന് എറിഞ്ഞു. ജസ്റ്റ് ഷോട്ടാണ്, കാരണം ഷോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ കം, ഇറ്റ് വിൽ ബി ആ ബോൾ ഇറ്റ് ഹാസ് ടു ബി ജസ്റ്റ് ഷോട്ട്. എനിക്ക് ഷോർട്ട് ബൗൺസസിനോട് എനിക്കധികം താല്പര്യമില്ല. അത്ര എഫേർട്ട് ഒത്രയും ദൂരം നിന്ന് ഓടി വന്നിട്ട് കുത്തി തലയുടെ മുകളിലേക്ക് കയറിയത്. ഒന്നെങ്കിൽ ത്രോട്ട്, അല്ല ഷോയ് ബക്തർ പറഞ്ഞ പോലെ, ഒന്നെങ്കിൽ എൻ്റെ ഒരു കോച്ചുണ്ട് എൻ്റെ റിവേഴ്സിങ് പഠിപ്പിച്ച ഹംസക്കുഞ്ഞ് എന്ന് പറഞ്ഞ ഇവിടുത്തെ നോർമൽ ഒരു ക്രിക്കറ്ററാണ് അദ്ദേഹം, ഇപ്പോൾ ഗ്രൗണ്ട്സ്മാനാണ്. അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട്, കൊല്ലണം അല്ലെങ്കിൽ ഔട്ടാക്കണം. അങ്ങനെയാണ് പുള്ളി പറയണത്. അപ്പോൾ പറയും നമ്മൾ ഇത്ര ഓടി വന്ന് വെയിലത്ത് കുത്തുമ്പോൾ തലയുടെ മുകളിൽ എറിയല്ല ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ഹെൽമെറ്റ് അല്ലെങ്കിൽ ത്രോട്ട് അല്ലെങ്കിൽ ചെസ്റ്റിലാകുമ്പോഴാണ് പുള്ളടിക്കാൻ വരുന്നത്. പക്ഷെ പുള്ളടിക്കാൻ വന്ന ചെസ്റ്റിൽ വരുന്നത് അവിടെ നിന്നായിരിക്കും ഷോട്ട്, ഇവിടെ നിന്നാണെങ്കിൽ പുള്ളടിച്ചാലും പൊങ്ങും. അപ്പം അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഇതൊന്നും നമ്മളിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ക്രിക്കറ്റ് അറിയുന്നവർക്ക് മനസ്സിലാവും. അപ്പം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗെറ്റിംഗ് ക്ലോസ് ടു സ്റ്റംപ്സ്. ക്രീസ് യൂസ് ചെയ്യാം, പക്ഷേ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ബോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് വരുന്ന എൻ്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ഇപ്പോഴും ഇപ്പം നമ്മുടെ ടീമിൻ്റെ നിതീഷ് എന്ന് പറയുന്ന ബോളറാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ കൊല്ലം നല്ലോണം പെർഫോം ചെയ്തു. അങ്ങനെ 2-3 ബോളേഴ്സ് ഉണ്ട് എൻ്റെ അക്കാഡമി തന്നെയുണ്ട്. പിന്നെ പണ്ടത്തെ പോലെയല്ല, ചില കോച്ചസ് ഉണ്ട്, അവരോടും പറയാനുണ്ട് നിങ്ങളുടെ അക്കാഡമിയിലെ പ്ലേയേഴ്സ് മാത്രമല്ല പ്ലേയേഴ്സ്, ഏതൊരു സ്പോർട്ടിലും എല്ലാ അക്കാഡമിയിൽ നിന്നുള്ള പ്ലേയേഴ്സിനും അംഗീകരിക്കുക. അദ്ദേഹം നല്ല പ്ലേയേഴ്സ് ആണെങ്കിലും ലേഡി ആണെങ്കിലും ഗേൾ ആണെങ്കിലും പോയാലും ഒക്കെ പ്ലീസ് സപ്പോർട്ട് ദം. ഇഫ് യു ആർ എ ഗ്രേറ്റ് സ്പോർട്സ് പേഴ്സൺ പ്ലീസ് സപ്പോർട്ട് എവറി സ്പോർട്സ് പേഴ്സൺ ഇൻ ഡിഫറെൻറ്റ് അക്കാഡമീസ്. കാരണം നമ്മുടെ കേരളം മുന്നോട്ട് വരാനാണ് ഇമ്പോർട്ടൻറ്റ്. ലോകം മുഴുവനുള്ള ഫേമസ് ബോളേഴ്സ് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ശ്രീശാന്തിൻ്റെ സീം പൊസിഷൻ, ശ്രീശാന്തിൻ്റെ സ്വിങ്, ശ്രീശാന്തിൻ്റെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി, ഏത് ഡിഫിക്കൽട്ട് സാഹചര്യങ്ങളിൽ യു മേ ഗോ ഫോർ റൺസ്, ചിലപ്പോൾ ഒരു ഓവറിൽ 18 റണ്ണൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ നെക്സ്റ്റ് ഓവറിൽ യു മിറാക്കുലസ് കംബാക്കാണ് ആൻഡ് ദെൻ യു ഡിമോളിഷ് ദി ഓപ്പോസിഷൻ. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും സ്ഥായിയായ എല്ലാവർക്കും ഒരു പക്ഷേ ഒരു കംപ്ലൈൻറ്റും അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വിചിത്രമായ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ തോന്നുന്നത് ശ്രീശാന്തിൻ്റെ അഗ്രഷനാണ്. ഈ അഗ്രഷൻ ചില സമയത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടോ, അത് ഇത്ര അഗ്രഷൻ ആവശ്യമുണ്ടോ ഈ ചങ്ങാതിക്ക്, കുറച്ചുകൂടെ. കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മള് കാണി എന്ന നിലയിൽ നമ്മുടെ ഒരു സ്പെക്ടേറ്റർ എന്നുള്ള കോൺസെപ്റ്റിൽ വി ആർ സെലിബ്രേറ്റിംഗ് ദ വിക്കറ്റ് ആൻഡ് വി ആർ സെലിബ്രേറ്റിംഗ് യുവർ വിക്ടറി പേഴ്സണലി.
But you are not letting us enjoy that victory by being overtly aggressive. ഇതാണ് നമ്മുടെ point. പക്ഷേ എനിക്കത് പറയാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കേൾക്കണം. കാരണം ഞാൻ എല്ലാവരോടും പറയാം, വേറൊന്നുമല്ല, നമ്മൾ ചെറുപ്പത്തിൽ ടെന്നീസ് ബോൾ കളിക്കുമ്പം, ഞാൻ ചെറുപ്പം കളി തുടങ്ങിയത് ടെന്നീസ് ചേട്ടന്മാരോടാണ്. എടപ്പള്ളി സൺസിസി എന്ന് പറയും, നമ്മൾ കുറേ ടൂർണമെൻറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സൺസിസി എടപ്പള്ളി കളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കളിപ്പിക്കില്ല. എൻ്റെ പണ്ട് നേരത്തെ കാക്കൂര് മാതിരപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കസിൻസ് ആണല്ലോ എന്നെ ബോൾ പറക്കി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ കളിക്കണമെങ്കിൽ അവരെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ അലൻ ഡൊണാൾഡ് ആയിരുന്നു. ഡെന്നിസ് ലില്ലി, MRF പീസ് ഫൗണ്ടേഷൻ ഡെന്നിസ് ലില്ലി സാറായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഗ്രഷൻ എന്നല്ല പറയുന്നത്, ഒരു എന്താ പറയുന്ന ഒരു ഒബ്സഷനാണ്. ഞാൻ അഗ്രഷൻ പറയുന്ന ഒബ്സഷനാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ എൻ്റെ പ്രശ്നം വന്നപ്പോൾ ഉള്ള പോലെ നമ്മുടെ കാറിൻ്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ വണ്ടി നിർത്തി തിരിച്ചു വന്ന് നമ്മുടെ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ബാഡ് വേർഡ് യൂസ് ചെയ്യുകയോ പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ സ്വന്തം നാടായ ഇന്ത്യയെ വഴക്ക് പറഞ്ഞ് നമ്മളല്ല, അത് ആ ഗ്രൗണ്ടിൽ എനിക്ക് വെടിവെച്ച് കൊല്ലാനോ വാളെടുത്ത് വെട്ടാനൊന്നും പറ്റില്ല. ആകെ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനെ പറ്റുന്നത് അവനെ ഔട്ടാക്കിയിട്ട് പറയുക, മോനെ നിൻ്റെ സ്വന്തം നാട്ടിൽ ഞങ്ങൾ മലയാളിയായ ഇന്ത്യൻ ശ്രീശാന്ത് വന്ന് കൊന്നിട്ട് പോയി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ സ്വന്തം നാട്ട് കൊച്ചിയിൽ ഓസ്ട്രേലിയ വേൾഡ് ചാമ്പ്യൻസ് 1999 വേൾഡ് ചാമ്പ്യൻസ്, 2003 വേൾഡ് ചാമ്പ്യൻസ്, 2007 വേൾഡ് ചാമ്പ്യൻസ്, ഹാട്രിക് ഓഫ് വേൾഡ് കപ്പ് ജയിച്ചിട്ട് കൊച്ചിയിൽ വരികയാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ. സ്വന്തം അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്ന് കാണുന്ന മാച്ചിൽ സൈമൺസ് അല്ല ആര് വന്നാലും എറിഞ്ഞിടണം. അപ്പോൾ ആ മാച്ചിൽ എനിക്ക് 3 വിക്കറ്റ് കിട്ടിയപ്പോഴും അന്നത്തെയും മീഡിയയുടെ സംസാരം ശ്രീശാന്തിൻ്റെ അഗ്രഷൻ കണ്ടില്ലേ, ഈ കോപ്രായം കണ്ടില്ലേ. എനിക്ക് പറയാനുള്ളത് 36, 38, 40 ഡിഗ്രി സെൽഷ്യസ് വെയിലിൽ സ്വന്തം നാട്ടിൽ വേൾഡ് ചാമ്പ്യൻ അല്ല, ഇനിയും വരുവാണ്. കുറേ കാര്യങ്ങളിലായിട്ട് ഞാൻ മെച്ചോർഡും കുറേ കാര്യങ്ങൾ ലൈഫിൽ മാറാൻ പറ്റി. ഇനിയും ഓസ്ട്രേലിയ അല്ല, പാകിസ്ഥാനല്ല, ആര് കൊച്ചിക്ക് വന്നാലും എറിഞ്ഞിടും. അതൊരു എക്സ്പ്രഷനാണ്, അല്ലാതെ അതൊരു ആഗ്രഷൻ അല്ല, ഒരു വികാരമാണ്. സത്യം പറയാലോ, അത് പ്രാക്ടീസ് ചെയ്യുന്നല്ലേ. ഇപ്പം അങ്ങനെയാണെങ്കിൽ വിരാട് കോഹ്ലി എന്ന് അവനോട് പറയണം നിർത്തി പോകാൻ പറയണം. പക്ഷേ ഞാനൊരു എന്താ പറയുക, ഞാൻ ഒരിക്കലും പറയാം മലയാളി ആയതുകൊണ്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് അതൊക്കെ ഒരു ബ്ലെയിമിങ് ഗെയിമാണ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസാണ്. എൻ്റെ പെർഫോമൻസ് ബെറ്റർ ആകുമ്പം ഈ അഗ്രഷനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെർഫോമൻസ് മോശമാകുമ്പം ഇപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും ഒരു 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ എടുത്ത ക്യാച്ചുകൾ എത്രയാണ്. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ചെയ്യുമ്പോഴും ലെവൽ ഹെഡഡ് ആയിരിക്കണം, നമ്മളെ താഴ്ത്തി പറയുമ്പോഴും നമ്മൾ ലെവൽ ഹെഡഡ് ആയിരിക്കണം. കാരണം നമ്മുടെ ട്രെയിനിങ്, നമ്മുടെ റൂട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അഗ്രഷൻ ഞാൻ പറയില്ല. അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം പ്ലാൻ ചെയ്തിട്ടാണ് ഒരു വിക്കറ്റ് കിട്ടണം. അത് ഇന്റർനാഷണൽ വിക്കറ്റാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് വിക്കറ്റോ അല്ലെങ്കിൽ ടെന്നീസ് ബോൾ കളിക്കുമ്പോൾ വരെ വൈകുന്നേരം 5 മണിക്ക് എന്നോട് സൺസിസ് എടപ്പള്ളി ചോദിച്ചാൽ തന്നെ പറയും അവർ, ചേട്ടന്മാർ നമ്മുടെ സ്വന്തം ടീം കളിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോഴും ഞാൻ എറിഞ്ഞിട്ട് നമ്മൾ പറയും കമോൺ ശ്രീ, അങ്ങനെ ആ ഒരു ഈവൻ ഫുട്ബോൾ ഇപ്പോഴും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ തന്നെ സാറിന് ഇപ്പോൾ ക്യാമറയുടെ പുറകിലിരിക്കുന്ന ചേട്ടന്മാർ ആരാണെങ്കിലും എല്ലാവരും നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ എത്ര ഫ്രണ്ട്ലി മാച്ച് ആണെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം വൈകുന്നേരം പോകുമ്പോൾ ഒന്ന് അവനെ എറിഞ്ഞിടണം അല്ലെങ്കിൽ ഗോൾ അടിച്ച് അവരെ തോപ്പിക്കണം എന്നാണ്. അത് ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ ചെറിയൊരു വഴക്കുകളുണ്ടാവും, പക്ഷെ അത് ആരും കാണുന്നില്ല. ഇത് 100-150 ക്യാമറ ഉണ്ട്. അപ്പം ഇഷ്ടമല്ലാത്തവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഇഷ്ടമുള്ളവർ എന്താ പറയുന്നത് ചോദിക്കും. വളരെ ചേഞ്ചസ് വന്നിരുന്നു, പക്ഷേ ചില വിക്കറ്റ് ചേട്ടാ, അത് ഇപ്പോൾ സൈമൺസ് ആണെങ്കിലും എന്തൊക്കെയാണ് എൻ്റെ അമ്മയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞത്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഫസ്റ്റ് ബോൾ പുള്ളി 0-ൽ ഔട്ടായി എനിക്ക് സ്ലോ ബോളിൽ. അതിനുശേഷം നെക്സ്റ്റ് മാച്ച് ഇൻ കൊച്ചി, ഞാനത് ഡ്രസ്സിംഗ് റൂമിലും പറഞ്ഞിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ ഷെയ്ഖാൻ്റെ അടുത്തപ്പം യു ആർ കമ്മിങ് ഹോം ബ്രോ. അപ്പോഴൊന്നും IPL നമ്മൾ നോക്കുന്നില്ല. ഇപ്പോഴാണ് IPL വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി ആയി, ഭയങ്കര ഇന്ത്യ പാകിസ്ഥാന് പകരം ഇപ്പം അവർക്കൊക്കെ പേടിയാണ് ഇന്ത്യക്കാർ. കാരണം ആരെല്ലാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ IPL കോൺട്രാക്ട് പോകും. അതുകൊണ്ട് ആ ആഗ്രഹം ഒന്നും ഇപ്പം ഇല്ല. എന്നിട്ടും വിരാട് കോഹ്ലി കാണിക്കുന്നുണ്ട്. വിരാട് കോഹ്ലി ആരാടാ നീ എന്ന് ചോദിക്കണം. അത് സ്വന്തം വീട്ടിൽ വന്ന് ബെല്ലടിച്ച് മാന്യതയോടുകൂടി ഗേറ്റൊക്കെ തുറന്നു വന്നാൽ കുഴപ്പമില്ല. കയറി വന്ന ആരാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും കയറി ഇടപെടും. യൂനുസ് ഖാൻ, I met Yunus Khan in Dubai in 2013. ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നല്ലോ ചോദിക്കാനായിട്ട്. ഐ കം ഫ്രം എ പ്ലേസ് വേർ ശ്രീശാന്ത്. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു, ഓ ശ്രീശാന്ത്, ഐ നോ ഹിം. ഇൻഫാക്ട് നല്ലൊരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ശ്രീശാന്ത് ആസ് എൻ ഇൻഡിവിജ്വൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭയങ്കര രസകരമായ ഒരു മറുപടിയാണ്. ഞാൻ പറഞ്ഞു, വി ഹാവ് ഷാഹിദ് അഫ്രിഡി, യു ഹാവ് ശ്രീശാന്ത്. ഷാഹിദ് അഫ്രിഡി ഈസ് എ സ്പൈസി പട്ടാൻ.
അതെ അതെ No, in Srishant, you have a spicy Indian. അദ്ദേഹമാണ് എനിക്ക് കൊണ്ട് താങ്ക് യു യൂനിസ് ഭായ് ബഹുത് ബഹുത് ശുക്രിയ. പക്ഷേ പറഞ്ഞില്ലേ കളിക്കുമ്പം അത് ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞതാണ്. അത് ഇപ്പം എന്താ പറയണത്, അത് ബ്ലഡിലുണ്ടാവും. കാരണം നമ്മുടെ എതിരെ ആര് വന്നാലും ഇപ്പോൾ വേൾഡ് കപ്പ് ഫൈനലിലും എനിക്ക് തോന്നുന്നു 2 സെമി ഫൈനലിലും മേടിനെറിഞ്ഞ ആകെ ഒരു ബോളർ ഞാനാണ് ദേവാനഗരം കൊണ്ട്. ഇതുവരെ 2020 വേൾഡ് കപ്പ് എന്താ കഴിഞ്ഞു, എന്നിട്ട് ഇതുവരെ ആരും 2 സെമി ഫൈനലിലും ഒരു ബോളറിന് സ്പിന്നറിന് പോലും 2 മെയ്ഡിന് എറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് 2 എറിയാൻ പറ്റി. അതിൻ്റെ ഒരു മെയ്ഡിൻ യൂനിസ് ഖാനായിരുന്നു ഫൈനലിൽ. അദ്ദേഹം കുറേ ട്രൈ ഒക്കെ ചെയ്തു. അപ്പം താങ്ക് യു യൂനിസ് ഭായ്. बट अगेन नेक्स्ट टाइम जब भी हम पाकिस्तान से खेलेंगे, अगर मुझे मौका मिला या कोई भी क्लब लीग मैचेस में भी कहीं भी मिले, आउट कर दूंगा. ഇതാണ് ഒരു ക്രിക്കറ്ററിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. ഒരു പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ബോളർ, ഒരു 140 മൈൽസ് പെർ അവർ എറിയുന്ന ഒരാളുടെ അയാളുടെ പുറകിലുള്ള അധ്വാനം, അയാളുടെ റണ്ണപ്പിലും അയാളുടെ ഓരോ ബോൾ എറിയുന്നതിന് മുമ്പുള്ള പ്ലാനിങ്, ആ പ്ലാനിങ് ഒരു റിസൾട്ടായിട്ട് വരുമ്പോഴാണ് ഉള്ളിൽ നിന്ന് വരുന്നൊരു എക്സ്പ്രഷനാണ് ഈ അഗ്രഷൻ. അത് പല ആളുകൾക്ക് പല രീതിയിലാണ്. നമ്മളുടെ ശ്രീക്ക് ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അതിൽ കൂടുതലൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. Now we have 2 young actors who are your friends who would love to speak to you. ശ്രീശാന്തിന്റെ കരിയറിൽ ഇപ്പോൾ കോടതി ശ്രീശാന്തിന് ക്ലീൻ ചിറ്റ് നൽകി ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറയാം, ശ്രീശാന്തിന്റെ കരിയറിൽ ഉണ്ടായ ആ തിരിച്ചടി, ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി അദ്ദേഹം മാറി നിന്ന നാളുകൾ, ഈ കാലഘട്ടത്തിലാണ് ഞാൻ ശ്രീശാന്തിനെ വ്യക്തപരമായി പരിചയപ്പെടുന്നത്. അപ്പോൾ ഏത് സമയവും തന്റെ നിരപരാധിത്വം തെളിയുമെന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിലേക്ക് ശക്തനായി തന്നെ താൻ മടങ്ങി വരുമെന്നും ഉള്ള ആവേശത്തോടു കൂടി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ശ്രീശാന്തിനെ എനിക്കറിയാം. BCCIയുടെ കീഴിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ വിലക്കുണ്ടായിരുന്ന ശ്രീശാന്ത് അങ്ങനെ അല്ലാത്ത ഗ്രൗണ്ടുകൾ തേടിപ്പോയി. വീട്ടിൽ സ്വന്തമായി ഒരു പിച്ചുണ്ടാക്കി, നെറ്റ്സ് ഉണ്ടാക്കി അതിൽ പ്രാക്ടീസ് ചെയ്ത, തന്റെ ഫിറ്റ്നസ് ഒരിക്കൽ പോലും മോശമാകാതെ ഇരിക്കാൻ ശ്രദ്ധിച്ച, ആരോഗ്യത്തെ വളരെയധികം കാത്തു സൂക്ഷിച്ച, അങ്ങേയറ്റം ഏകാഗ്രതയോടെയും തന്റെ മടങ്ങിവരവിനെ കുറിച്ച് സ്വപ്നം കണ്ട, അതിനുവേണ്ടി അധ്വാനിച്ച വ്യക്തിയാണ് ശ്രീശാന്ത്. എനിക്കിപ്പോഴും ഐ ക്യാൻ ബെറ്റ് ഇന്ന് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഏതൊരു താരത്തിന്റെയും ഒപ്പം ഫിറ്റ്നസ് ഉള്ള ഒരു കളിക്കാരനായിരിക്കും ശ്രീശാന്ത്. ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്ന ശ്രീശാന്തിന് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ നീലക്കുപ്പായത്തിൽ ശ്രീശാന്തിനെ മലയാളികൾക്ക് വീണ്ടും കാണണം. പോരാട്ടത്തിന്റെ പര്യായമായ ശ്രീശാന്തിനെ പുതിയ തലമുറ തിരിച്ചറിയണം. തെറ്റുകളുടെ കറകളില്ലാത്ത ആ ശ്രീശാന്തിനെ മലയാളികൾ നെഞ്ചിലേറ്റും ഉറപ്പാണ്. പക്വതയോടെ പോരാടുക, വിജയത്തിലേക്ക് എത്തുക, വിക്കറ്റുകൾ എടുക്കുക. ഓൾ ദ ബെസ്റ്റ് ശ്രീശാന്ത്. Very happy to know that Srishant is making his comeback to cricket. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അറിയാൻ സാധിച്ചില്ല. ആൻഡ് വി സ്റ്റിൽ ഡോണ്ട് നോ ഹൗ ഹി ഫോട്ട് ദിസ് ബാറ്റിൽ ഓൾ ദീസ് ഇയേഴ്സ്. അദ്ദേഹത്തിൻ്റെ പ്രൈമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ബിക്കോസ് ഓഫ് ഓൾ ദീസ് കോൺട്രവേഴ്സീസ്. പണ്ട് പറയുമായിരുന്നു ഇന്ത്യൻ ബൗളേഴ്സിനെ പറ്റിയിട്ട്, ഫോറിൻ ക്രിക്കറ്റേഴ്സൊക്കെ പറയുമായിരുന്നു, ദേ ഹാവ് പേസ് ബട്ട് ദേ ആർ നോട്ട് ഡെഡ്ലി എന്ന്. ആൻഡ് അതിനുള്ളൊരു ആൻസർ വാസ് ശ്രീശാന്ത്. നമ്മളോട് ചോദിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും അഗ്രസീവ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ദ ഫസ്റ്റ് നെയിം ദാറ്റ് വുഡ് കം ഇസ് ശ്രീശാന്ത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വേൾഡ് കപ്പ് വിക്ടറീസിൽ. 2007 ആൻഡ് 2011 വേൾഡ് കപ്സിന് നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഹാസ് മച്ച് മോർ ടു ഡു ആൻഡ് ഹീസ് മേക്കിംഗ് എ കം ബാക്ക്. ഒരുപാട് സന്തോഷം. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും. ഇത് ശ്രീശാന്ത് എന്നൊരു ക്രിക്കറ്റർ എന്ന രീതിയിൽ മാത്രമല്ല, അദ്ദേഹം ഹീസ് എ ട്രൂലി ഇൻസ്പയറിംഗ് പേഴ്സൺ. ദ കൈൻഡ് ഓഫ് ബാറ്റിൽ ഹീ ഫോട്ട് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ഒരുപാട് പേർക്കത്, ഒരുപാട് ക്രിക്കറ്റേഴ്സിനും അല്ലാതെ സ്പോർട്സ് പേഴ്സണും അല്ലാതെയുള്ളവർക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ് ശ്രീശാന്ത്. വെയിറ്റിംഗ് ഫോർ യു ടു പ്ലേ ഫോർ ഇന്ത്യ അഗെയിൻ, വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാച്ച് മാൻ ആക്ച്വലി. ഓൾ ദി ബെസ്റ്റ്. വി ആർ ഓൾ വിത്ത് യു, ഓൾ പ്രേയേഴ്സ്. See you soon on the ground.
two young actors, Prashant Alexander and Sanju Shivaram. രണ്ടുപേരും സഞ്ജുവിൻ്റെ നമ്മൾ ഞാൻ സെലിബ്രിറ്റി മാച്ചസ് കുറേ കളിച്ചിരുന്നു. എനിക്ക് നന്ദിയുണ്ട്, കാരണം ആ ടൈമിൽ അളിയനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. കൊച്ചിൻ CMC അങ്ങനെ പ്രൊഡ്യൂസേഴ്സിലെ പിന്നെ ഏത് സെലിബ്രിറ്റി മാച്ചാണെങ്കിലും ഞാൻ പോയി 2020 ആണ്ട് പോയി കളിക്കുമായിരുന്നു. അവരുടെയൊക്കെ നന്ദിയുണ്ട്, കാരണം അതൊക്കെ ഒരു ഫിറ്റ്നസിൻ്റെ ഭാഗമാണ്. അവർ ശ്രീശാന്ത് ഇത്ര കളിച്ചിട്ട് ഞങ്ങളോട് കളിക്കണമെന്നായിരിക്കും അവർ വിചാരിക്കണം. പക്ഷെ ഞാനങ്ങനെയല്ല, എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഇട്ടുണ്ടല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രശാന്ത് ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, എന്നെക്കാളും എങ്ങാണെന്ന് തോന്നുന്നു. അപ്പം സ്റ്റാർ ചലഞ്ച് എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തിരുന്നു ഫ്ലവേഴ്സിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ മലയാളം കണ്ടോ, കട്ട മലയാളം. ഞാനത് ഓർത്തത് അതാണ്. നമുക്കിങ്ങനെ എഴുതി തരും, ഇതൊക്കെ ആയിട്ട് പറയണ്ടേ. ഞാൻ പറയാം ചേട്ടാ ഇത് തന്നെ പറയണോ. അപ്പം എന്തായാലും എനിക്ക് എൻ്റെ ലൈഫിൽ ഇവർ രണ്ടുപേരും എന്താ പറയുക, ഒരാൾ നമ്മുടെ കൂടെ ക്രിക്കറ്റ് കളിച്ചിട്ട് അറിയാം, ഈസ് എ വെരി ഗുഡ് ആക്ടർ ഓൾസോ. അങ്ങനെ പിന്നെ ആ ടൈമിൽ പ്രശാന്ത് ചേട്ടൻ അങ്ങനെ ആണെങ്കിൽ മൂവീസൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അത് അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നൗ ഈസ് ഡൂയിങ് റിയലി വെൽ, ബിഗ് സല്യൂട്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. വളരെ വളരെ നന്ദി. തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ക്രിക്കറ്റ് നമ്മുടെ ഒരു വികാരം തന്നെയാണ്, അത് ഫുട്ബോൾ പോലെ തന്നെയാണ്. അത് ഇപ്പോൾ സഞ്ജു തന്നെ ഒരു എക്സാമ്പിളാണ്. ലേറ്റാണ് വന്നാലും ലേറ്റസ്റ്റാണ് വരുമെന്ന് പറഞ്ഞ പോലെ സഞ്ജു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ 2013 തൊട്ട് ഇപ്പം അവൻ 2009 തൊട്ട് 2008 തൊട്ട് കളിക്കണയാണ്. IPL 2013 തൊട്ട് കളി തുടങ്ങി. അപ്പം അവൻ ഒരു എക്സാമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ബേസിൽ തമ്പി കളിക്കുന്നുണ്ട്, ആസിഫ് കളിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നല്ല മലയാളികൾ ഇങ്ങനെ നമ്മുടെ ഈ വികാരം മുന്നോട്ട് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ ഞാനൊരുപാട് എന്താ പറയുക ഒരു മെസ്സഞ്ചർ. അച്ഛൻ പറയണം നമ്മളൊക്കെ ഒരു മെസ്സഞ്ചറാണ്, നമ്മളൊക്കെ ഒരു ആറ്റാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഡോണ്ട് വറി ടു മച്ച്. എന്താ പറയുക, തീർച്ചയായിട്ടും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉദ്ദേശം അഗ്രഷനും ശ്രീശാന്ത് കഴിഞ്ഞ് 7 വർഷമായിട്ട് കുറേ കാര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. സിനിമ, രാഷ്ട്രീയം, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. കുറേ ആളുകളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റി, കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി. പക്ഷേ ആ ബോളങ്ങ് എടുത്ത് കൈ തന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ്സിന് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കോതമംഗലംകാരനായ ശ്രീശാന്തിന് ഫിറ്റ്നസ്സിന് വലിയ കുഴപ്പമില്ല. കാരണം മലയാളികൾ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് നേടിയിട്ട് പോകുള്ളൂ. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് ഇങ്ങനെ ഇത്ര നല്ല നല്ല ആളുകൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. സഞ്ജുവിനെ കുറിച്ച് ശ്രീ പറഞ്ഞു. സഞ്ജു ഒരു ടെലിവിഷൻ ചാനൽ ഇൻ്റർവ്യൂവിൽ വളരെ രസകരമായ ഒരു കാര്യം പറയുകയും ചെയ്തു. ദ വേ യു ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു രാഹുൽ ദ്രാവിഡ്. അതായത് പറഞ്ഞത് ശ്രീശാന്ത് പോയി രാഹുൽ ദ്രാവിഡിനോട് പറഞ്ഞു, ഹീസ് എ വെരി പ്രോമിസിങ് ക്രിക്കറ്റർ, എന്നെ ഓരോ ഓവറിൽ 5 6 അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ സഞ്ജു തന്നെ ഞെട്ടിപ്പോയത്. അല്ലാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പാവം ഈ എന്താ പറയുക 2-3 കൊല്ലമായിട്ട് നമ്മുടെ ബിജു സാറിൻ്റെ കീഴിലാണല്ലോ ചെറുപ്പം പോലെ. അപ്പോൾ ബിജു സാർ എപ്പോഴും സഞ്ജുനെ കുറിച്ച് പറയാൻ എല്ലാം കളിച്ചിട്ട് Under-19 ഇന്ത്യ വരെ കളിച്ചതാണ്. Under-19 ഇന്ത്യ ഇപ്പോൾ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ ടൈമിലെല്ലാം എല്ലാം നല്ല ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല രഞ്ജി ട്രോഫിയിൽ ജസ്റ്റ് വന്നിരുന്നു. പ്ലസ് എന്താ പറയുന്നത് ഒരു നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പോൾ ജൂനിയർ ലെവലിലൊക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെ പണ്ട് അതിപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഉള്ളതാണ്, കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ സഞ്ജുവിന് എന്താ പറയുക, ആ ഒരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ അന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു, ചേട്ടാ ഈ കൊല്ലം എൻ്റെ കോൺട്രാക്ട് തീരുകയാണ്. അപ്പോൾ ആ ഒരു ജൂനിയർ കാറ്റഗറിയെ ഡെവലപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ നമ്മുടെ മാച്ചിന് വരാൻ ആ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞു വീണ്ടും പറയാണ് മെസ്സഞ്ചർ. ആ ടൈമിൽ എനിക്ക് അവിടെ വരാനും സഞ്ജുവിനോട് സംസാരിച്ചപ്പോൾ ആ സെയിം ടൈമിൽ രാഹുൽ ദ്രാവിഡ് തന്നെ ഫിസിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞ് നടന്നു വന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സഞ്ജു 20 എന്ന് പറഞ്ഞിട്ട് ഞാൻ സഞ്ജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രാഹുൽ ഭായ് ഇതിങ്ങനെ സഞ്ജുവാണ്, സഞ്ജു കീപ്പർ ബാറ്റ്സ്മാനാണ്, ഉഗ്രം ബാറ്റിംഗ് ആണ്, അടിച്ച് പുറത്തിടും, ഒരു രക്ഷയില്ല, പ്രായം നോക്കേണ്ട അഗ്രഷൻ, ഒരു ലെവലിലെ അഗ്രഷനാണ്. എന്നെയൊക്കെ അടിച്ച് ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ പോയി, എന്നിട്ടൊന്നും പറയണ്ട, നമ്മൾ കണ്ടപ്പോൾ അവൻ നമ്മുടെ എതിരെ കളിച്ച് അടിച്ച് പുറത്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, നിന്നെ അടിച്ചാൽ പുറത്തിട്ട് നീ ഒരു 2 അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഔട്ടാക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് രാഹുൽ ദ്രാവിഡ് ബസ് കയറിയപ്പോഴും ഇത് സഞ്ജുവിനെ അറിയില്ല, ശ്രീശാന്തേ സെലക്ഷനൊക്കെ വേണമെങ്കിൽ പറ, അടുത്തൊരു സെലക്ഷൻ വരട്ടെ, നിങ്ങൾ സെലക്ഷൻ കൊണ്ടോ, അല്ലാണ്ട് ഇങ്ങനെ എല്ലാവരും പൊക്കി പറയില്ല, നീ സ്വന്തം നിന്നെ തന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അടുത്ത പറഞ്ഞാൽ നിന്നെ ഡ്രോപ്പ് ചെയ്തേന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൽ വന്നപ്പോഴും അതുപോലെ തന്നെ അങ്ങോട്ട് ചെല്ലാനായിട്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മീൻസ് രാജസ്ഥാൻ റോയൽസിൻ്റെ കണ്ടൻമെൻറ്റ് കേരള അല്ല, അത് ചെന്നൈ സൂപ്പർ കിങ്സും ബാംഗ്ലൂരുമാണ്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് എനിക്കറിയായിരുന്നു. അപ്പം എനിക്ക് തന്നെ സ്വന്തം എന്താ പറയുക, നമ്മുടെ ആസിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിബുവിനോട് പറഞ്ഞ ആസിഫ് ട്രേഡ് വിങ്സിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് ഇവർ വന്നത് തന്നെ. നമ്മൾ കാരണം അവരൊരു ഡ്യൂട്ടിയും ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം മലയാളികൾ കേരള വാട്ട് ബിഗ് ഡിഫറൻസ് വിൽ ഇറ്റ് മേക്ക്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാണ്. ഇപ്പോൾ സ്മിത്ത് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സഞ്ജു തന്നെ ആയിരിക്കണം ക്യാപ്റ്റൻ. കാരണം അത്ര എക്സ്പീരിയൻസ് അത്രയും പെർഫോമൻസ് ആയി. ഇപ്പോൾ അവർക്ക് മനസ്സിലായി മലയാളികളുടെ ലെവൽ എന്താണെന്ന്. അതുകൊണ്ട് അവൻ ഇവിടെ ഒന്നുമല്ല, ഇവിടെ നോക്കിയോ, ഇനി ഞാൻ എഴുതി വെച്ചുതരാം. ഞാനത്
under-19 കൊണ്ടോ 17 കൊണ്ടോ അല്ല, ചിലവരെ വർക്ക് എത്തിക്സ് ഒക്കെ കാണുമ്പോൾ അത് എസ്പെഷ്യലി ദിസ് ഇയർ ഈസ് വർക്ക് റിയലി ഹാർഡ്. അപ്പം T20 മാത്രമല്ല, വൺ ഡേയിലും ടെസ്റ്റ് മാച്ചിന് സഞ്ജു തന്നെ വരികയും ചെയ്യും. പണ്ട് നമ്മുടെ ഗിൽക്രിസ്റ്റ് ഓസ്ട്രേലിയക്ക് അത് 5 വിക്കറ്റ് പോയാലും 100 അടിച്ച് വന്ന പോലെ സഞ്ജു കളിച്ചിരിക്കും. സഞ്ജു ഇപ്പോൾ എനിക്ക് മെസ്സേജ് ആയിരുന്നു വിക്കറ്റ് എടുക്കാൻ റെഡിയാണെന്ന് സ്റ്റേറ്റ് മാച്ച് കളിക്കുമ്പോൾ. ഞാനപ്പോൾ സഞ്ജുവിന് റിപ്ലൈ ചെയ്തു, സ്റ്റേറ്റ് മാച്ച് അല്ല, നീ അവിടെ ഇന്ത്യക്ക് കളിക്കുക, ഞാൻ അങ്ങ് വരാം, എന്നിട്ട് ഞാൻ ഔട്ട്സും കറിയുമ്പോൾ നീ ഒരു ക്യാച്ച് ഇന്ത്യക്ക് വേണ്ടി എടുക്കുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഞ്ജു ഇങ്ങോട്ടൊന്നും വരണ്ട, നമ്മളിവിടെ ഒക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാവണം. സഞ്ജു സാംസൺ is also a protege of ശ്രീശാന്ത്. അയ്യോ അങ്ങനെ പറയല്ലേ, എനിക്ക് അങ്ങനെ പറയരുത്. കാരണം ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക പലതരത്തിൽ. ഇപ്പോൾ കോച്ച് ഒരു ഘടകമാണ്, പക്ഷെ ഒരു വാക്ക് കൊണ്ട് വേറൊരു അവസരത്തിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, പക്ഷെ അവന്റെ കഴിവ് വെച്ചാണ് അവനെ പെർഫോം ചെയ്തു അവൻ. അതെ, അത് അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ under-19 ആ കൊല്ലം 2013 ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇഞ്ചുറി കഴിഞ്ഞിട്ട് രഞ്ജി ട്രോഫി എൻ്റെ കാല് 2 സ്റ്റീൽ റോഡ് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് കളിക്കേണ്ട കാര്യമില്ല എനിക്ക്. കാരണം സൗത്ത് ആഫ്രിക്കൻ സീരീസ് സെപ്റ്റംബറിലുണ്ടായിരുന്നുള്ളൂ, IPL കളിക്കേണ്ട കാര്യമില്ല. അപ്പം TC മാത്യു സാർ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ദുബായിൽ വെച്ച് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ഫിറ്റാണെങ്കിൽ കളിച്ചോളൂ കേട്ടോ, നമ്മളിത് 4 മാച്ച് അധികം പെർഫോം ചെയ്തിട്ടില്ല, ശ്രീശാന്ത് ഒന്ന് മിഡ് ഓണിൽ നിന്നാൽ മതി. അതുകൊണ്ട് താങ്ക് യു ടു TC മാത്യു സാർ. കാരണം ഞാൻ ദുബായിൽ ഒക്കെ റിലാക്സ് ട്രെയിൻ ചെയ്യാണ്ട് ഫിസിയോസൊക്കെ പറഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി കളി തുടങ്ങിയാൽ മതിയെന്ന്. അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ രഞ്ജി ട്രോഫി കളിക്കാനോ വിളിച്ചു, അഗർത്തല ചെല്ലുന്നു, ഇവരെ കാണുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സഞ്ജു ടീമിലില്ല, റേഫി ടീമിലില്ല, അങ്ങനെ കുറേ പേരെ ടീം മാറി. അപ്പോൾ 4 മാച്ച് തോറ്റുകൊണ്ടാണ് സഞ്ജുവിന് റൺസ് ഇല്ല. പിന്നെ എന്നോട് പറഞ്ഞു ഇഞ്ചോർഡാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യുന്ന എന്നോട് പറഞ്ഞില്ല. അവർക്കറിയാം എനിക്ക് കുറച്ച് പിള്ളേരെ ഞാനിങ്ങനെ നോക്കും. കാരണം യങ്സ്റ്റേഴ്സിനെ നമ്മൾ ഈ ഇന്ത്യ കളിക്കുമ്പോൾ കണ്ട കുറേ യങ്സ്റ്റേഴ്സിനെ എനിക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റേഫി വിൻസെൻ്റ് തോമസ് ആണെങ്കിലും സഞ്ജു, സച്ചിൻ ബേബി, ഇങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഞാനിങ്ങനെ നോക്കി വയ്ക്കുന്നത്. മനു കൃഷ്ണൻ, പ്രശാന്ത് പരമേശ്വരൻ ഉണ്ടായിരുന്നു, ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോൾ, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ തന്നെ ബേസിൽ തമ്പി, നിതീഷ്, നമ്മുടെ തന്നെ ടീമിലൊരു അനീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലബ്ബ് ഒന്നും കളിച്ചിട്ടില്ല, ഡിസ്ട്രിക്റ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ തോന്നുന്നു. പക്ഷേ അവന് കറക്റ്റ് ഗൈഡൻസ് കിട്ടി അവൻ വേറെ ലെവലിലേക്ക് പോകും. പിന്നെ ജിയാസ് പോസ്റ്റൽ ടീമിൽ, അങ്ങനെ സഞ്ജു ടീമിലില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണം, ഞാൻ എന്നോട് പറഞ്ഞു ഇഞ്ചോർഡാണ്. അപ്പോൾ 4 രഞ്ജി ട്രോഫി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നു, നമുക്ക് നോക്കൗട്ട് കളിക്കാൻ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുന്നു. അപ്പം ആന്ധ്രയായിട്ടാണ് മാച്ച്, ആന്ധ്രാപ്രദേശിൽ 4-5 ദിവസത്തിന് ശേഷം. അപ്പം ഞാനിങ്ങനെ കാറിൽ തിരിച്ചു പോകുന്ന നേരത്ത് പ്രശാന്ത് ഇങ്ങനെ പറയാണ്, പി പ്രശാന്ത്, അതൊന്ന് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ, ചേട്ടാ സഞ്ജു തലശ്ശേരിയിലുണ്ട് ചേട്ടാ, അവനെന്ന് 100 അടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ തലശ്ശേരിയിലോ, പക്ഷെ അവൻ ഇഞ്ചോർഡല്ലേ. അയ്യോ ചേട്ടാ അവനെ ഫസ്റ്റ് മാച്ച് 100 അടിച്ചു, സെക്കൻഡ് മാച്ച് 2, തേർഡ് മാച്ച് 4th മാച്ചൊന്നും അവൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ ഡ്രോപ്പായതിനു ശേഷം under-19 അവനിപ്പോൾ ക്യാപ്റ്റനാണ്, അവിടെ കളിച്ചു, അവിടെ റൺ അടിച്ചില്ല. പക്ഷെ കഴിഞ്ഞ മാച്ച് ഇന്ന് വൈകുന്നേരം അവൻ 100 അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു 100 അടിച്ചിട്ടുണ്ടോ ഉറപ്പാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ. ഇഞ്ചോർഡ് അല്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ. അയ്യോ ചേട്ടാ ഇഞ്ചോർഡ് ഇല്ല, അവനെ കീപ്പ് ചെയ്യാണ്ടിരുന്നാൽ മതി, ബാറ്റ് ചെയ്താൽ കുഴപ്പമില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു പണി, നീ ഇതിപ്പോൾ ആരോടും പറഞ്ഞു. അപ്പം തന്നെ TC സാറിനെ വിളിച്ചു. TC സാറിനെ വിളിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ ദയവ് ചെയ്ത് സഞ്ജുവിനെ ആന്ധ്രാപ്രദേശിലേക്ക് വിട്, അവൻ്റെ ടീമിലുണ്ടാണ്. അയ്യോ ശ്രീ അതങ്ങനെ 16 പേര് ഓൾറെഡി അനൗൺസ് ചെയ്തത്, ഈ സെയിം ടീം നല്ലോണം 4 മാച്ച് ജയിച്ചുകൊണ്ട് ഇനി ടീമിലൊന്നും മാറ്റണ്ട, അത് എത്ര പേര് പറയണം. അപ്പം ഞാൻ പറഞ്ഞു സാർ യു ആർ TC മാത്യു സാർ, സാർ അങ്ങ് ഫോൺ ചെയ്ത് പറ സാർ സഞ്ജുവിൻ്റെ ടീമിലാണ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ. അപ്പോൾ TC മാത്യു സാർ പൊളിറ്റിക്കലി ആവുകൊണ്ട് സാറ് പറഞ്ഞു നീ എന്തായാലും ഒരു പണി ചെയ്യും, ഗോകുമാർ സാർ ചീഫ് സെലക്ടറാണ്. പണ്ട് എനിക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ അപ്പം തന്നെ ഫോൺ ചെയ്ത് എനിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ട അപ്പം ടീമിലിടും. അപ്പോൾ ഞാനിങ്ങനെ ഗോപ സാറിനെ വിളിച്ചു, സാറേ അന്ന് TC മാത്യു സാറിനെ വിളിക്കുമോ സഞ്ജുവിനെ ടീമിലിടും. സഞ്ജുവിനെ എങ്ങനെ ടീമിലിടണേ? അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അവിടെ 100 അടിച്ചു, അത് under-19 അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ടീമിലിടുന്നു പറഞ്ഞു. അങ്ങനെയാണ് സഞ്ജു ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ ആ ചാൻസിൽ നിന്ന് ഞാൻ അതല്ലേ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു പ്രൊഡിജി എന്ന് പറയാൻ പറ്റില്ല, എനിക്കിങ്ങനെ ഒരു നിമിത്തങ്ങൾ എനിക്ക് എന്തോ ചെറുപ്പം മുതൽ ഇങ്ങനെ ഇന്ത്യ കളിച്ച പോലെ എനിക്ക് ചില ഇപ്പോൾ ശശികാന്ത് സാർ ഉൾപ്പെടെ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് ഇത്രയും ഹെൽപ്പ് കിട്ടാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ആ ടൈമിൽ സഞ്ജു വരുന്നു, ആന്ധ്രയ്ക്ക് കയറി വരുന്നു, ഒരു സൈലൻ്റായിട്ടിരുന്ന് 123 റൺ അടിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് വരെ സഞ്ജു ടെണ്ടുൽക്കർ എന്ന് സഞ്ജുവിൻ്റെ ബാറ്റ് കണ്ടിട്ടുള്ളായിരുന്നു ഇല്ല. ഞാൻ ആകെ ഒരു നെറ്റ്സിൽ ബോൾ ചെയ്തിട്ടുണ്ട് സഞ്ജുവിന്. ഇവിടെ 2009 നാഗ്പൂർ വെച്ച് ഞാൻ ഇന്ത്യക്ക് കംബാക്ക് കിടന്ന ആ കൊല്ലം നാഗ്പൂർ വെച്ചാണ് സഞ്ജുവിനെ ഞാൻ ആദ്യമായിട്ട് ബോൾ ചെയ്യണേ. അന്ന് ഞാൻ ഇവരൊക്കെ ഭയങ്കര ബാറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് യങ്സ്റ്ററിനെ ഞാൻ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഫുൾ റണ്ണപ്പോൾ ഫുൾ എഫേർട്ടിലെറിയും. ഞാൻ അല്ലാണ്ട് വന്ന് ഇങ്ങനെ പയ്യെ എറിഞ്ഞ് നോക്കുകയൊന്നുമില്ല, ഇങ്ങനെ കളിക്കുന്നു. ഞാൻ ഓടി വന്നിട്ട് ഇന്ത്യക്ക് എങ്ങനെ കളിക്കണം അങ്ങനെ. അപ്പം അന്ന് സഞ്ജു കുറേ സ്ട്രഗിൾ ചെയ്തു.
പക്ഷേ എങ്കിലും അവൻ്റെ ഡിറ്റർമിനേഷൻ, അവൻ മൂവ് ചെയ്ത് ലെഗ് സൈഡിലേക്കൊന്നും പോകണുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അപ്പോൾ ഇതാണോ സ്പീഡ് എന്നൊക്കെ അന്ന് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ അവൻ്റെ ബാറ്റിംഗ് കാണുന്നത്, ലൈവ് കാണുന്നത് അന്നാണ്. അന്ന് അവൻ 100 അടിക്കുന്നു, നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് വിക്ടറി. ആ 100 അവൻ അടിച്ചു. അപ്പോൾ എനിക്ക് ഇത്തിരിയുടെ കോൺഫിഡൻസ് ആയി. അപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനെ സെലക്ഷൻ കൊണ്ടുവന്നോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ചിലവിൽ എല്ലാവരും കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞിട്ട് അവനെയും സച്ചിൻ ബേബിയും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു 6-7 പേരെ, നിയാസ്, മനു കൃഷ്ണൻ, അങ്ങനെ എല്ലാവർക്കും ഒരു ചാൻസ് എടുത്തു. അങ്ങനെ കൊണ്ടുപോയി. എന്താ പറയുക, രാജസ്ഥാൻ റോയൽ സെലക്ഷന് കൊണ്ടുപോയി. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല ഇവരുടെ കഴിവും ഇവരുടെ അധ്വാനം. ബിജു സാറിൻ്റെ ഒപ്പം അവൻ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോഴും ട്രെയിൻ ചെയ്യണമുണ്ട്. പിന്നെ ചേട്ടാ, ഒരു കുതിരയെ നമ്മൾ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ടേക്ക് ദ ഹോഴ്സ് ടു ദ റിവർ, ബട്ട് ഹി ഹാസ് ടു ഡ്രിങ്ക് ദ വാട്ടർ. അപ്പം ഈ ഈസ് ഡൂയിങ് ബ്രില്യൻറ്റ്. അതുപോലെ തന്നെ കുറേ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് പേരുടെ പേരെടുത്തു. ഇനി വീണ്ടും ഞാൻ സഞ്ജുവിനെ പോലെ പറയുകയാണ്, ഒരു ജിയാസ് ഇതുവരെ അധികം ഫസ്റ്റ് ക്ലാസ് ഒന്നും കളിച്ചിട്ടില്ല. ഓസ്ട്രേലിയൻ ടീമിൻ്റെ കൂടെ ഇപ്പം 2 വർഷമായിട്ട് നെറ്റ് ബോളറായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ SRH കൂടെ നെറ്റ് ബോളറാണ്. അവൻ മിക്കവാറും ഈ കൊല്ലം അടുത്ത കൊല്ലം നല്ലോണം ഒരു ലെവലിൽ കളിക്കും. എഴുതി വെച്ചു കാണുന്നവരോട് ഞാൻ പറയുകയാണ്, ഈ വ്യക്തി ലെഫ്റ്റ് ആം ചൈനമാൻ, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, എ ബ്രില്യൻ ഫീൽഡർ, എ ഗ്രേറ്റ് ടീംമാൻ. ഇതുപോലെ തന്നെ സഞ്ജുവിനെ പോലെ ഞാൻ പൊക്കി പറയണല്ല, സഞ്ജു ഒരു ബാറ്റ്സ്മാനാണ്, ഇവനൊരു പ്രോപ്പർ ലെഫ്റ്റ് ഹാൻഡ് ചൈനമാൻ. കുൽദീപിനേക്കാളും 1000 തവണ ബെറ്ററാണ് ഇവൻ. അപ്പം തീർച്ചയായിട്ടും അവനൊരു ചാൻസസിന് വെയിറ്റ് ചെയ്യുകയാണ്. അവൻ ഉറപ്പായിട്ടും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സഞ്ജുവിനെ കൊന്ന പോലെ ഞാൻ എന്തായാലും ഇങ്ങനെ 2-3 പേരുണ്ട്. സച്ചിൻ ബേബിക്ക് അതിൻ്റേതായ രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. ബേസിൽ തമ്പിക്കുവാണെങ്കിലും ആസിഫ് ആണെങ്കിലും ഇവർക്കൊക്കെ ചെറിയ എന്താ പറയുക, ഈ ഫെറാറി മേടിച്ചിടാം, പക്ഷേ ആ ഫെറാറിയിലും ചെറിയ ടെക്നിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ഇത്തിരിയോടെ ബെറ്റർ ആവും. അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു മലയാളിയെ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സും ഉണ്ട്. അതിലൊരാളെ നമുക്ക് കേൾക്കാം. Hi Siri, I hope you make a comeback for the Kerala domestic team, and you're working extremely hard, as I've seen on your videos. And I'm sure if you have a great season with Kerala, you're able to make a comeback in the Indian team. So I wish you all the best, and keep working hard, keep look aftering your body, and I'm sure we will see you Indian colours soon. ഞാനും മോണ്ടിയുടെയും കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ 2 ദിവസം മുമ്പ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു റേഡിയോ ചാനലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും എല്ലാ മലയാളികളും എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ചവരോട് പറയാനുണ്ട്, മിക്കവാറും ഒരു കൗണ്ടി കോൺട്രാക്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് 2021. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പം മോണ്ടി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് അവിടുത്തെ കുറേ പ്ലേയേഴ്സ്, EN അങ്ങനെ കുറേ പ്ലേയേഴ്സ്. ഞാൻ വാരിക്ഷേറായിരുന്നു അന്ന് പണ്ട് കളിച്ചിരുന്നത്. പിന്നെ മോണ്ടിയും ഞാനും അലിസ്റ്റർ കുക്കും ഒരുമിച്ചാണ് ഡെബ്യൂ ചെയ്തത് ടെസ്റ്റ്. അവരൊക്കെ 100-140 ടെസ്റ്റ് മാച്ച് കളിച്ചു എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ 27 സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒരു മോട്ടിവേഷനാണ്. അപ്പം മോണ്ടിയായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത്, എന്താ പറയണേ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വിക്കറ്റ് ടെണ്ടുൽക്കറാണ്. എനിക്ക് ടെസ്റ്റിലെ ഫസ്റ്റ് വിക്കറ്റ് ടെണ്ടുൽക്കറാണ് LBW. അപ്പോൾ ആ മാച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. ആ മാച്ചിൽ എന്നിട്ട് ഞാൻ വാശിക്ക് ഇയാളെയും LBW ഔട്ടാക്കി. കാരണം എനിക്ക് ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, നമ്മുടെ ദൈവമാണ് ടെണ്ടുൽക്കർ. അപ്പം മോണ്ടിയുടെ ഡെബ്യൂവിൽ മോണ്ടി ബാറ്റിംഗ് വന്നപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ഔട്ടാക്കിയിട്ട് അദ്ദേഹത്തിനെ കുറേ വാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ദൈവത്തിനെ ഔട്ടാണ് ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ടൈമിൽ IPL ഒന്നും ഇല്ലല്ലോ. അന്ന് നമ്മൾ ശരിക്കും ഓരോരോ മാച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും എന്താ പറയണേ, ബോക്സിംഗ് ആണ് പ്രോപ്പർ. ശരിക്കും ഇടിക്കാൻ മാത്രം പറ്റില്ല, ഔട്ടാക്കണം അല്ലെങ്കിൽ അടിച്ച് പുറത്തിടണം ബാറ്റ്സ്മാനാണ്. അങ്ങനെയാണ് നമ്മുടെ അതൊരു ഉഗ്രനൊരു അത് ആ ഒരു ഇത് ഇപ്പോൾ IPL വന്നപ്പോൾ കുറഞ്ഞു. കാരണം എന്താ പറയുക, ഇപ്പോൾ മോണ്ടിക്കയിലും അറിയാം, എല്ലാവർക്കും അറിയാം. IPL വന്നപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. നമ്മുടെ അമ്പയർസിന് ആരും പേടിയാണ്, ബാറ്റ് കൊണ്ട ഔട്ടാണോ അല്ല. ഇതിലൊക്കെ ഉപരിയായിട്ട് ഫാമിലി, ശ്രീശാന്തിൻ്റെ ലൈഫിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഉണ്ട് ഒരു വ്യക്തമായ റോള് എല്ലാവർക്കും. ഈ ക്രിക്കറ്റ് പോലെ തന്നെ ഒരു സെലിബ്രിറ്റി ഫാമിലിയാണ് ശരിക്കും പറഞ്ഞത്. അച്ഛൻ തുടങ്ങിയതാണത്. അച്ഛനെ കുറിച്ച് അറിയില്ല കുറെ പേർക്ക്, എല്ലാവരോടും. അച്ഛൻ പണ്ട് ഒരാളുണ്ട് ഫാമിലി, അതൊന്നും കേൾക്കാം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയങ്കരനായ ശ്രീശാന്തിൻ്റെ മൂത്ത ചേച്ചി നിവേദിതയാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിലയേറിയ കുറേ വർഷങ്ങൾ പ്രതിസന്ധിയിലൂടെ തരണം ചെയ്ത് വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾക്കറിയാമായിരുന്നു
ഗോപു തിരിച്ചു വരുന്നത്. ഞങ്ങളുടെ ഗോപുവാണ് നിങ്ങളുടെ ശ്രീശാന്ത്. വളരെ ചെറുപ്പത്തിലേ തന്നെ നല്ല നിശ്ചയദാർഢ്യമുള്ളൊരു കുട്ടിയായിരുന്നു ഗോപു. ഞാൻ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് ബാംഗ്ലൂർക്ക് വരുമ്പോൾ കൂടെ വന്നു. ഇവിടെയായിരുന്നു പഠിച്ചത് 8, 9, 10 ഒക്കെ. അമ്മേരെ വളരെ നിശ്ചയദാർഢ്യമുള്ള കുട്ടിയായിരുന്നു. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് തോന്നിയാൽ അതിന് അദ്ദേഹത്തിൻ്റെ കഴിവിനേക്കാൾ ഉപരി പരിശ്രമിക്കാറുണ്ട്. എല്ലാവരും സ്വപ്നം കാണും, പക്ഷേ സാക്ഷാത്കരിക്കാൻ ആരും പ്രയത്നിക്കാറില്ല. ആ ഒരു രീതി അദ്ദേഹത്തിലുണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട്. നെഗറ്റീവായിട്ട് പലരും പറഞ്ഞു, ഇതിലൊന്നും വെറുതെ 11 പേർക്കേ കളിക്കാൻ പറ്റൂ ഇന്ത്യയിൽ, നീ ഇതിനൊന്നും വേണ്ടി കഷ്ടപ്പെടേണ്ടാന്ന്. പക്ഷേ കുട്ടി പഠിച്ചു വല്ലതും ആവാൻ നോക്കുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏതായാലും അദ്ദേഹം അതിന് വളരെ പരിശ്രമിച്ചു. ഇന്ന് വളരെ 2 ലോകകപ്പിൽ വിജയം നേടാൻ കഴിഞ്ഞു. അതിലൊരു ഭാഗമായി. പിന്നെ വിഷമങ്ങൾ എല്ലാവർക്കും വരും. അതുപോലെ അദ്ദേഹം പ്രതിസന്ധിയെ തരണം ചെയ്ത് വീണ്ടും എവിടെ നിർത്തിയോ ആ കായികക്ഷമതയോടുകൂടി ഇപ്പോഴും കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം ഇനിയും ഉയരങ്ങളിൽ നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാനും. ഇതിനെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പ്രാർത്ഥിച്ചതും അവൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും അവൻ്റെ നല്ല നല്ല പ്രകടനങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ഈ ചേച്ചിയും. മലയാളിയുടെ മറ്റൊരു പ്രിയങ്കരിയാണത്. അതെ അതെ അതെ, രസം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം സെലിബ്രിറ്റി ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഒരു 7ാം ക്ലാസ് വരെ എനിക്ക് തോന്നുന്നു, 7അല്ല 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ ആകെ ഒരു ട്രോഫി എനിക്ക് കിട്ടിയിരുന്നത് കൺസോലേഷൻ പ്രൈസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ ട്രോഫി കിട്ടുമായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ. ഞാൻ പെയിൻറ്റിങ് കോമ്പറ്റീഷന് പോകും, ഡാൻസ് കോമ്പറ്റീഷന് പോകും, സിംഗിങ് കോമ്പറ്റീഷൻ, ലൈറ്റ് മ്യൂസിക്, പൊന്നോണം എന്നുള്ള പാട്ടൊക്കെ കാണാൻ അപ്പം നിവിചേച്ചിയാണ് പഠിപ്പിച്ചത്. അപ്പം നിവേദിത എന്ന് പറഞ്ഞ നിവിചേച്ചിയാണ്, ഞങ്ങൾ വിളിക്കുന്നത് നിവിചേച്ചിയാണ്. അപ്പം അങ്ങനെ കുറേ എല്ലാം ട്രൈ ചെയ്യും. അപ്പം ദുപ്പിച്ചേട്ടനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ട്രോഫികൾ വെക്കുന്ന ഷെൽഫ്, എല്ലാ പണ്ടത്തെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഇത്രയോടെ ആഡംബരമായി. പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും ടിവിയുടെ മുകളിൽ ഏത് കുടുംബത്തിൽ ചെന്നാലും 2-3 ട്രോഫി ഇരിപ്പുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും ഇല്ലേ അവരുടെ ടേബിളിൽ ട്രോഫി, ഇവിടെ ട്രോഫി. ഇങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ചിറ്റപ്പന്മാരും എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ നോക്കും. ഓ നിവി എന്നാലും കഴിഞ്ഞ തവണ കലാതിലകയ്ക്കായില്ലേ ഗോപു, നീ എന്തല്ല ഒന്നും, നീ പാട്ട് പാടോടാ, അങ്ങനെയൊക്കെ നീ എന്തെങ്കിലും ചെയ്യോടാ അങ്ങനെ. അപ്പം ഞാനിങ്ങനെ അന്നിട്ട് പ്രയത്നമാണ് ഏത് എങ്ങനെയെങ്കിലും ഒരു ട്രോഫി ഉണ്ട്, സത്യം ഒരു ട്രോഫി. അപ്പം ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് ആകെ പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ട്രോഫി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഈ ഉത്സവത്തിന് നമ്മൾ ഈ നോർമൽ ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ടുവരുമല്ലോ. അപ്പം ഈ എന്താ പറഞ്ഞ വിളക്കുകൾ മേടിക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാവരും. അപ്പോൾ വിളക്കും ഒരു ഗിഫ്റ്റാണല്ലോ. അപ്പം ഞാൻ വിളക്കൊക്കെ മേടിച്ച്, എനിക്കിപ്പോഴും ഉണ്ട് കാക്കൂര് അമ്പലത്തിൻ്റെ ഉത്സവപ്പറമ്പിൽ നിന്ന് വിളക്കൊക്കെ മേടിച്ച് എന്ന് പറഞ്ഞാൽ ചിറ്റയും അവരൊക്കെ മേടിച്ച് വിളക്കിൻ്റെ അകത്ത് ടു ശ്രീശാന്തിന് ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഒരു മെഷീനില്ലേ, മെഷീൻ വെച്ച് ആ ചേട്ടനെ കൊണ്ട് എഴുതിച്ചിട്ട് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രോഫി ബേസിക്കലി. അതൊക്കെ വിളക്കെ കൊണ്ട് അവിടെ വീട്ടിൽ കൊണ്ട് വെച്ച് അപ്പം സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം ട്രോഫി. പക്ഷെ പൈസക്കാരല്ല കൊടുത്തു, ചിറ്റപ്പ എന്താ കൊടുത്തെന്ന് തോന്നുന്നു, അമ്മാവൻ ആരോ കൊടുത്തു. അപ്പോൾ ആ ട്രോഫി ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ എല്ലാവരും ട്രോഫി കൊണ്ട് വെച്ചിട്ട് അന്നും അധികം ഭയങ്കര വിലയൊന്നും ഉണ്ടായിരുന്നു, ചെറിയ വിളക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. എന്നിട്ടും ഏറ്റവും വലിയ ട്രോഫി നിവിചേച്ചിയുടെ അല്ല ആയിരുന്നു. അപ്പോൾ നിവിചേച്ചി അപ്പോൾ എപ്പോഴും പറയാം, എടാ നീ എന്തെങ്കിലും ചെയ്യണം, നീ ഡാൻസ് കളിക്കണം. ഞാൻ അവരോട് ഡാൻസ് കളിക്കാൻ പോയി. എവിടെ? കോതമംഗലത്തായിരുന്നു. അപ്പം കോതമംഗലത്തൊക്കെ എത്ര സ്കൂളുകളാണ്. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ദൈവമേ ഇവരൊക്കെ എങ്ങനെ ഫസ്റ്റ് പ്രൈസ് മേടിക്കണം, സെക്കൻഡ് പ്രൈസ് മേടിക്കണം, തേർഡ് പ്രൈസ് മേടിക്കണം. അപ്പം ചേച്ചി കലാതിലകമായിരുന്നു ഒരു 3 വർഷം അടുപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ലൈറ്റ് മ്യൂസിക്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ചേട്ടനാണെങ്കിലും തബല, നാടകം. അച്ഛനാണെങ്കിൽ എല്ലാ സൺഡേയും കലാ ഓഡിറ്റോറിയത്തിൽ, എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ സൺഡേയിൽ കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നാടകം ഉണ്ടാവും. അതിൻ്റെ അകത്ത് അച്ഛനാണ് മെയിൻ, ശ്രീ ശാന്തകുമാരൻ നായർ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഉണ്ടാവും എല്ലാ സൺഡേയും. അമ്മ മാത്രമാണ് സബ് ട്രഷറിയിൽ ജോലി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയി. ബാക്കി ഇപ്പം ദിവ്യചേച്ചി ആണെങ്കിലും നാടോടി നൃത്തം, പാട്ട്, പിന്നെ പഠിത്തം. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഓൾ ഇന്ത്യയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് എൻ്റെ മധു ബാലകൃഷ്ണൻ്റെ വൈഫ്. പിന്നെ മധു ബാലകൃഷ്ണൻ പാട്ടുകാരൻ. അങ്ങനെ ഏറ്റവും പുതിയത് നീസ്. ദുബുച്ചേട്ടനും വരെ 3 പടത്തിൽ അഭിനയിച്ചു. ദുബുച്ചേട്ടൻ്റെ മോൾ ഇപ്പം മൂത്തോനിൽ ന്യൂയോർക്കിൽ ബെസ്റ്റ്
ആക്ട്രസ് എന്ന് പറഞ്ഞ അവാർഡ് കിട്ടുന്നു ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ദേവാനുഗ്രഹം. എൻ്റെ അച്ഛൻ ഞാൻ പറയും, മൈ ഫാദർ ഇസ് ഗോട്ട് ഗ്രേറ്റ് ജീൻസ്, ഡോണ്ട് ബൈ ഡീസൽ ഓർ പെട്രോൾ.